വിഷ്വൽസിന്റെ മാജിക് കണ്ട ഒരു സെഷനിൽ നിന്ന് ഇനി ശബ്ദങ്ങളുടെ മാജിക്കിലേക്ക്, സംഗീതത്തിന്റെ മാജിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു ക്വിക്ക്ലി റീസെറ്റ് ദ സ്റ്റേജ് ഫോർ ദാറ്റ്. ക്യൂ സ്റ്റുഡിയോ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ that's been happening every day here at Venue 1, as you all know. അതിൽ ഇന്നത്തേത് BGM എന്ന അക്രോണിമിന് ഒരു പുതിയ എക്സ്പാൻഷനുമായിട്ടാണ് മനീഷ് നാരായൺ വേദിയിലേക്ക് വരുന്നത്. We all know BGM as background music. And let's hear more today about beyond generating music. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ 4 കമ്പോസേഴ്സ് ആണ് വേദിയിൽ ഈ കോൺവെർസേഷനിൽ ശ്രീ മനീഷിനോടൊപ്പം ചേരുന്നത്. അവരുടെ ഫിലിമോഗ്രഫി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഓരോരുത്തരെയും അവരുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഫിലിം പറഞ്ഞുകൊണ്ട് ഐ ഇൻവൈറ്റ് ദം ഓൺ സ്റ്റേജ്. ഓൾ ഓഫ് ദം ആർ പീപ്പിൾ റിനൗണ്ട്, നോൺ ടു ഓൾ ഓഫ് അസ്. സോ ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ല. അവരുടെ സംഗീതം നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ശബ്ദങ്ങളുടെയും സംഗീതത്തിൻ്റെയും സാധ്യതകളെക്കുറിച്ച്, മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ സംസാരിക്കാനായി for this session on Beyond Generating Music, curated by the Q Studio, I'll bring on stage now Mr. JX Bijoy, Ranam എന്ന സിനിമയുടെയും മറ്റൊരുപാട് സിനിമകളുടെയും കമ്പോസർ ശ്രീ JX Bijoy, ശ്രീ മുജീബ് മജീദ്, ഏറ്റവും നമ്മുടെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് ആയ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ക്രിസ്റ്റോ സേവ്യർ, ദുരൂഹ മന്ദഹാസവുമായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓളം തല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ്, സൂക്ഷ്മദർശിനി, ആൻഡ് the senior most man whose body of work is a pride of Malayalis, Shri Bijibal. Welcome on stage, sir. ഇവരോട് 4 പേരോടും സംസാരിക്കാനായി ഓൺ സ്റ്റേജ് ദി എഡിറ്റർ ഓഫ് ക്യൂ, ശ്രീ മനീഷ് നാരായൺ. നമസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൻ്റെ ഫ്യൂച്ചർ സമ്മിറ്റിൽ ബിയോണ്ട് ജനറേറ്റിംഗ് മ്യൂസിക് എന്ന സെഷനിലാണ് നമ്മളുള്ളത്. ഓൾറെഡി ആർദ്ര ഈ പാനലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഇതിൻ്റെ ഇൻട്രാക്ഷനിലേക്ക് പോകാൻ തോന്നുന്നു. വിജയേട്ടനോട് ആദ്യം സംഗീതത്തിൻ്റെ, ചലച്ചിത്ര സംഗീതത്തിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെയും ഒരു പിറവിയോട് ചേർത്തായിരിക്കും സ്വാഭാവികമായിട്ടും ആദ്യം ചോദിക്കാനുള്ളത്. സിനിമാ സംഗീതമാവുന്ന സമയത്ത് അവിടെ ബ്രീഫ് വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറയുന്നത്. അതൊരു ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ടർ പറയാറുണ്ട്, ലിറിക്കൽ പാർട്ടിൽ ലിറിസിസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ മ്യൂസിക് കോമ്പോസിഷൻ്റെ കാര്യത്തിൽ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്, പാട്ട് ഉണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ഒരു ബ്രീഫ് ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നാണ് വ്യക്തിപരമായിട്ട് കരുതുന്നത്? ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ബി മോർ ബ്രീഫ് എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഒരു റെഫറൻസ് സോങ് തരും. അതാണ് ഏറ്റവും വലിയ ചെറിയ ബ്രീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. പക്ഷെ അത് മറ്റപകടങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് നമ്മൾ റിയലി ഒരു പാട്ട് ചെയ്യുമ്പോൾ. അല്ലാതെ നല്ല ബ്രീഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ കഥയുടെ ഒരു മേ ബി 1 പേജ് സിനോപ്സിസ്, പാട്ടിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഡീപ്പ് ഒരു അനാലിസിസ്, ഒപ്പം പാട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കഥാതന്തു, പാട്ടിൽ നിന്ന് വിട്ട് പോകുന്ന കഥാഘടന, ഇതൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ വരും. അത് ഇപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലതും ഒരു സിറ്റുവേഷനിലെ ഒരു ടൈം ലാപ്സൊക്കെ കാണിക്കാനും ഒക്കെ ആയിരിക്കും പലപ്പോഴും പാട്ട്. അല്ലെങ്കിൽ ഒരു സമരവീര്യം, റെബല്യൻ, അല്ലെങ്കിൽ വിരഹം, അല്ലെങ്കിൽ ടൈം ലാപ്സാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു പാട്ട് കൊണ്ട് ചെയ്യാവുന്നത്. അപ്പോൾ അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. സെയിം ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സിനിമയുടെ ഒരു
ടോട്ടാലിറ്റി, അതിൻ്റെ ടോട്ടൽ മൂഡ്, അന്തരീക്ഷ സൃഷ്ടി, അവിടെയൊക്കെ ഇപ്പം നമ്മൾ കാലങ്ങളായി കേൾക്കുന്നത് എഡിറ്ററിനേക്കാൾ പഴി കേൾക്കുന്ന ഒരു ഇതിൻ്റെ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷിച്ചെടുത്തു, പിടിച്ചെടുത്തു, സേവ് ചെയ്തു, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈവിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ അവിടെ അങ്ങനൊരു അത്തരത്തിലൊരു മൂഡ്, അന്തരീക്ഷ സൃഷ്ടി, ഭാവം സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് അത് വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഈ പറഞ്ഞ ഫ്രീഡം ഈ ക്രിയേറ്റർക്ക്, മ്യൂസിക് ഡയറക്ടർക്ക് കിട്ടേണ്ട ഒരു ഏരിയ കൂടിയാണല്ലോ. അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയാൻ പറ്റുന്നത്? ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പലപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ചില വളരെ ചുരുങ്ങിയ അവസരങ്ങളിൽ ഇപ്പോൾ നമ്മൾ സൗണ്ട് സ്ക്രിപ്റ്റൊക്കെ ആദ്യം സിനിമ ചെയ്യുന്ന പുറത്തൊക്കെ അങ്ങനെ സമ്പ്രദായം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ അതിൻ്റെ ഭാഗമൊന്നും ആയിട്ടില്ല. ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് മ്യൂസിക് ചോദിച്ച് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ മൂഡിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് മാറ്റേണ്ടി വരും. കാരണം ആഫ്റ്റർ ഓൾ സ്ക്രിപ്റ്റ് അല്ല സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ക്രീൻ പ്ലേയോ കഥയോ അല്ല സിനിമയ്ക്ക് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഭാഷ്യം ഉണ്ട്. അത് ഒരു എസ്തെറ്റിക്സിനോട് ബന്ധപ്പെട്ട ഒരു കാഴ്ച അനുഭവമാണ് സിനിമ. ഇത് മറ്റേതൊക്കെ അതിൻ്റെ ടൂളുകൾ മാത്രമാണ്. അപ്പോൾ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു എസ്തെറ്റിക്സ്, ഒരു സൗന്ദര്യ അനുഭൂതി എന്ന് പറയുന്നത് അതിനോട് ചേർക്കുന്ന മ്യൂസിക് ആയിരിക്കും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. നോട്ട് ഫോർ ദ സ്ക്രിപ്റ്റ്. സിനിമയ്ക്ക് അതിൻ്റെ ദൃശ്യഭാഷ്യത്തിന് കൊടുക്കാവുന്ന സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു നല്ല സിനിമയെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷിച്ചതായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഉള്ളതല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ശിക്ഷിക്കാൻ പറ്റിയേക്കും കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ശിക്ഷിക്കാൻ പറ്റും സിനിമയെ, പക്ഷെ രക്ഷിക്കാൻ പറ്റില്ല. ബിക്കോസ് അത് അതിനുവേണ്ടിയുള്ളതല്ല സ്കോർ എന്ന് പറയുന്നത്. ചെയ്യണം എന്ന തീരുമാനം പോലെ തന്നെ ചെയ്യരുത് എന്ന തീരുമാനവും ശക്തമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സ്പേസാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജെയ്ക്സ്, ഇതേ ചോദ്യത്തിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ പാട്ടുകളും പശ്ചാത്തല സംഗീതം നമ്മളൊരു ഈ സെഷൻ്റെ തുടക്കം എന്നുള്ളതിരിക്കുന്ന ഇപ്പോൾ അയ്യപ്പനും കോശിയുടെയും കൊത്തയുടെയും എടുത്തു കഴിഞ്ഞാൽ വളരെ യുണീക്കായ പാട്ടുകളുണ്ട്, പശ്ചാത്തല സംഗീതമുണ്ട്. ഇതിനെ രണ്ടിനെയും ഉദാഹരിച്ചുകൊണ്ട് പറയാമോ? ഏത് രീതിയിലാണ് പാട്ടിൻ്റെ ആലോചന പോയിരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ കോമ്പസിഷൻ BGM എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? ഹലോ, അയ്യപ്പനും കോശിയുടെയും രണ്ട് ടെറൈനിൽ നിൽക്കുന്ന സിനിമകൾ. ഞാനെപ്പോഴും ഒരു പടം അപ്രോച്ച് ചെയ്യുമ്പോൾ വിജയേട്ടൻ പറഞ്ഞ പോലെ സിനിമയുടെ കൂടെ ഡയറക്ടറുടെ കൂടെയും ഈ സ്ക്രിപ്റ്റ് റീഡിങ് സെഷനിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊരു പാലറ്റ് ഉണ്ടാക്കും, ഒരു സൗണ്ട് സ്കേപ്പ്, ഒരു എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഇതിന് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ടോണൽ എക്സ്റ്റൻഷൻസ് ഇതിന് കൊടുക്കാം. ഈ അയ്യപ്പൻ കോശിയുടെ കഥ നടക്കുന്ന ടെറൈൻ അട്ടപ്പാടിയിലാണ്. അപ്പോൾ അട്ടപ്പാടിയിലെ ആ ടെറൈനോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഫോക്ലോർ ട്രൈ ചെയ്ത് കൂടെ എന്നുള്ള ഒരു ചർച്ചയിൽ സച്ചേട്ടനായിട്ട് ഒരുപാട് സെഷൻസിലാണ് അങ്ങനെ ഒരു ഐഡിയ രൂപാന്തരപ്പെടുന്നത്. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ഫൈനലായിട്ട് നമുക്ക് ഈ ഫുട്ടേജ് കിട്ടുമ്പോഴാണ് അവിടെ ഒരു മാജിക് നടക്കുന്നത്. അതായത് എങ്ങനെ ഒരു പെർമിറ്റേഷനും കോമ്പിനേഷനിലൂടെ നമ്മൾ ഈ വോയിസ് ഇവിടെ വെച്ചാൽ ചിലപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോക്ലോറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഹൈബ്രിഡ് പ്രൊഡക്ഷൻ ചെയ്താൽ അത് എങ്ങനെ വരും. പിന്നെ അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതാണ് ഏറ്റവും എൻ്റെ ഈ തൊഴിലിനോടുള്ള ഏറ്റവും വലിയ കിക്ക് അവിടെയാണ്. നമ്മൾ അൺനോൺ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ അപ്രോച്ച് ചെയ്ത് അതിലൂടെ ഒരു ലൈഫ് ശരിക്കും ആ പ്രോഡക്റ്റിന് വരികയാണ്. അതായത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു ലൈഫ്. ശരിക്കും ടീസറിലാണ് നമ്മുടെ കലക്കാത്ത എന്ന് പറയുന്ന സോങ് വളരെ യാദൃശ്യമായിട്ട് കിട്ടിയത്. പക്ഷെ ആ കലക്കാത്ത നമ്മൾ ടീസറിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്കോറിലോട്ട് അത് നാച്ചുറലായിട്ട് കയറുകയായിരുന്നു ചെയ്തത്. പക്ഷെ കൊത്തയുടെ കാര്യം പറയുമ്പം ഞങ്ങൾക്ക് ഒരു മാസ് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ, പിന്നെ DQന്റെ ഒരു പാൻ ഇന്ത്യൻ അപ്പീലും അതും ഞാൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യും. ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആയിട്ടും സ്റ്റോറി ഓറിയന്റഡ് മാത്രമല്ല, ഒരു ക്യാരക്ടറിന് ചിലപ്പം പടത്തിന് ഡിമാൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു മീറ്റർ കൊടുക്കാൻ പറ്റും. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ മോഷൻ പോസ്റ്ററിന്റെ മ്യൂസിക്കിലോട്ട് വരുന്നത്. ലോട്ട് ഓഫ് ആഗണി, ലോട്ട് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് കൈൻഡ് ഓഫ് ജോൺറസ് ക്യാൻ വി ട്രൈ, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മോഷൻ പോസ്റ്റർ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീസർ. എനിക്ക് എപ്പോഴും ഈ ടീസേഴ്സും മോഷൻ പോസ്റ്റേഴ്സും ട്രെയിലർ ആദ്യം കിട്ടുമ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പാരറ്റിലോട്ടൊന്ന് കയറാനുള്ള ഒരു ഉപകരണമായിട്ട് തോന്നാറുണ്ട്.
കണ്ടന്റുമായിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഒന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും കരുതുന്ന അതാ, വി ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ്. ഓക്കെ, പ്രോഡക്റ്റ് കൈ കിട്ടി, എന്തൊക്കെ ചെയ്യാം ഇനി അതിൽ, ഓക്കെ വാട്ട് ഓൾ ക്യാൻ വി ഡു, അതിലൂടെ ഒരു ഐഡിയ കിട്ടും. അത് ഡയറക്ടറായിട്ട് സിങ്ക് ആയാൽ പിന്നെ കൂടുതൽ അവര്, ഞാൻ പറയും, ഇന്റർഫിയർ ചെയ്യാൻ വരരുത്. ഞാൻ എൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളൊരു സ്റ്റേജിലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു വളരെ ജോയ്ഫുൾ പ്രോസസ്സാണ്. സിംഗിൾ ആണെങ്കിൽ. സിംഗിൾ അല്ലെങ്കിൽ ദുരിതമാണ്. കൃഷ്ണ, ഇതിൽ ഇപ്പം മദനോത്സവം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെറൈനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കോമ്പോസിഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ജോണറാണ്. അപ്പം അവിടെ തിമാറ്റിക് ആയിട്ട് കൂടി കൺസിഡർ ചെയ്യണം, ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക്കാണ്. അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ ഡിസൈനാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ആകത്തുകയിലുള്ളൊരു ഭാവം, അന്തരീക്ഷ സൃഷ്ടി, അതൊക്കെ നമുക്ക് റിലേറ്റബിൾ ആവാൻ വളരെ പ്രധാനമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞാൻ സ്പെസിഫിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യം ഇരിക്കുന്നത്. ക്രിസ്റ്റോ ഇതിൽ നടത്തുന്ന ഒരു സമീപനം, അപ്രോച്ച് എങ്ങനെയാണ്? അത് ഈ പറഞ്ഞ മദനോത്സവം മുതൽ സൂക്ഷ്മദർശിനി വരെയുള്ള സിനിമയുടെ കാര്യം ഉദാഹരിച്ച് തന്നെ പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പോൾ മദനോത്സവം എൻ്റെ ഫസ്റ്റ് പടമാണ്, എൻ്റെ ഡെബ്യൂ ആണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഒരുപാട് സമയമുണ്ട്, വേറെ ഒരു പ്രോജക്റ്റും ഇല്ല. ആ ഒരു സിനിമ ഉണ്ടായല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ പോയി, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ബളാൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഫോക്ക് റിലേറ്റഡ് ആൾക്കാരുണ്ട്, ഫോക്ക് ട്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നിട്ട് ഞാൻ അവരുടെ തുടി, അവർ വായിക്കുന്ന കുറേ സൗണ്ടുകളുണ്ട്, അവരുടെ കുറേ സാമ്പിൾസ് ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ടെറൈൻ്റെ സൗണ്ട് ബേസിക് ഒരു സ്ക്രാച്ച് കിട്ടി. അത് വെച്ചിട്ട് ഓരോരോ ട്രാക്കുകൾ ഉണ്ടാക്കി. അത് സുധീഷൻ്റെ വർക്കായി. പിന്നെ അതിൻ്റെ മേലെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ കുറച്ച് ഇലക്ട്രോണിക് മിക്സ്, അത് എന്നാൽ ഈ ഫോക്ക് സൗണ്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ അതിനെ ഇലക്ട്രോണിക് ഓവർകം ചെയ്യാത്ത രീതിയിൽ ട്രൈ ചെയ്തു. അങ്ങനെയായിരുന്നു മദനോത്സവം. പിന്നെ ബ്രഹ്മയുഗത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ തീമുകൾ ആദ്യം നമ്മൾ പോറ്റിയുടെ കൊടുമൻ പോറ്റി തീം ഷൂട്ടിന് മുമ്പ് നമ്മൾ കമ്പോസ് ചെയ്തു. ഫുൾ അതൊരു സ്ക്രാച്ചാക്കി റെഡിയാക്കി. പിന്നീട് ആ തീമിനെ വിഷ്വൽ വെച്ചിട്ട് വിഷ്വലിൻ്റെ രീതിയിലോട്ട് സിങ്ക് ചെയ്ത് അർജുന അശോകൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ അവിടെ ഒരു ഉടുക്കിൻ്റെ കൊട്ട് കൊടുത്തിട്ട് ആ തീമിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിനൊരു മാസ് ഫീലും വന്നു. അതിൻ്റെ ഒരു ക്ലാസ് മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് വർക്ക് ചെയ്തത്. മുജീബ്, ഇതിനോട് ചേർത്ത് പറയാം, ഇപ്പോൾ രേഖാചിത്രം ഇതിന് തൊട്ട് മുമ്പ് കിഷ്കിന്ദ കണ്ടുണ്ടായി, വൈറ്റ് ഓൾട്ടോ വന്നു, തിങ്കളാഴ്ച നിശ്ചയത്തിന് വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജോണർ വൈസ് പറയുകയാണെങ്കിൽ പല സ്വഭാവമുള്ള സിനിമയാണ്. ഒരു പേഴ്സണൽ അപ്രോച്ച് എങ്ങനെയാണ് സിനിമയുടെ കാര്യത്തിൽ? എനിക്ക് തോന്നുന്നത് കൂടുതൽ ഡയറക്ടറിന്റെ അപേക്ഷിച്ചിരിക്കും. അതായത് മൈക്ക് കുറച്ചെടുത്ത് ഡയറക്ടറിന്റെ ബ്രീഫിൽ കൂടെ തന്നെയാണ് ഞാൻ കൂടുതൽ പോകുന്നത്. നേരത്തെ ബിജേട്ടൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് എനിക്ക് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഒട്ടും അങ്ങനെ വർക്കായിട്ടില്ല. ബിക്കോസ് പടം എടുത്തു വരുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം ചെയ്യുന്ന സമയത്ത് സെന്നയും ശ്രീരാജും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ട. കാഞ്ഞങ്ങാടാണ്, കുറച്ചും കൂടി റൂറൽ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു റൂറൽ സൗണ്ട് ഒരിക്കലും പിടിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമുക്ക് വേണ്ട. സോ അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പകുതി ഇത് സേഫാണ്, എന്ത് ചെയ്യാം എന്നുള്ളൊരു റൂട്ട് നമുക്കായി. ഈവൻ 1744 ആവും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. ദേ വാണ്ടഡ് ഹിപ്പ് ഹോപ്പ് ആൻഡ് കുറച്ചും കൂടെ വെസ്റ്റേൺ കൺട്രി കൈൻഡ് ഓഫ് മ്യൂസിക് എന്നുള്ളത്. അതുപോലെ തന്നെ കിഷ്കിന്ധയും ഈ പറഞ്ഞ പോലെ ബാഹുല് ഭയങ്കര ക്ലിയർ ആയിരുന്നു. അതായത് ഒരു ഓഡിയൻ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തുള്ള ഒരു സാധനം നമ്മൾ ഒരിക്കലും കൊടുക്കണ്ട. പിന്നെ യൂഷ്വൽ ഒരു ത്രില്ലർ ജോണർ മ്യൂസിക് നമുക്ക് വേണ്ട, കുറച്ചും കൂടെ ഒരു അറ്റ്മോസ്ഫിയറിക് അങ്ങനത്തെ സാധനങ്ങൾ പോവാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഈസി ഫോർ മീ. ലൈക്ക് പിന്നെ കിഷ്കിന്ധ കുറച്ചും കൂടെ എനിക്ക് എൻ്റെ ഒരു എന്തൊരു ഈസി ജോണറാണ്, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് അങ്ങനത്തെ ഒരു ജോണർ. അങ്ങനെ വിജയേട്ടൻ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സിനിമ ഓരോ കാലത്തും ഓരോ അതിൻ്റെ സാങ്കേതികത്തിലൂന്നി സംസാരിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ഡിജിറ്റൽ ഷിഫ്റ്റ് ഒക്കെ വന്ന സമയത്ത് കുറെ കൂടി ആളുകൾ ക്യാമറ ആംഗിള്, അതിനുപയോഗിച്ച കളർ പാലറ്റൊക്കെ സംസാരിക്കുന്നു. തൊട്ട് പിന്നാലെ എഡിറ്റിങ്, അതെല്ലാം എഡിറ്റിൽ വരുന്ന സംഗതികൾ എഡിറ്റിലിരുന്നു. നമ്മൾ ഈ സമീപ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അങ്ങനെ സംസാരിക്കാറുണ്ട്. എനിക്കിപ്പോൾ ചോദിക്കാറുള്ളത്, ഗാന മ്യൂസിക് എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്തും ഈ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്തും അവിടെ സൈലൻസിന്, സൗണ്ട് ഡിസൈന്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ചെയ്തിരുന്ന ഒരാളാണ്.
പലപ്പോഴും ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ആശങ്കയോട് പറയുന്നത് തിയേറ്ററിൽ അറ്റൻറ്റീവ് ആക്കിയ ആളുകൾ ഇരുത്തുക, നേരത്തെ ലയിച്ചിരുത്തുക എന്നുള്ളിടത്ത് ഇവിടെ പിടിച്ചിരുത്തുക എന്നുള്ളത്, അത് മൊബൈലിലേക്ക് കൈപോവാതെ, പോക്കറ്റിലേക്ക് കൈപോവാതെ, പുറത്തേക്ക് അല്ലെ പിന്നിലേക്കൊന്ന് നോട്ടം പാളാതെ ഇരുത്തുക എന്നുള്ള രീതിയിൽ അവിടെ ഇതിൻ്റെ ഒരു ടോട്ടൽ ഡിസൈൻ എന്നുള്ളതിൽ ഒരു മ്യൂസിക് കമ്പോസറിനപ്പുറത്ത് വേറൊരു തരം ഒരു എഡിറ്ററുടെ കൂടി അഡീഷണൽ റോള്, അങ്ങനെ പാക്കഡ് ആക്കി ഇരുത്തുക എന്നുള്ള ഒരു അഡീഷണൽ റോളിലേക്ക് കുറച്ചുകൂടി ഒരു സമ്മർദ്ദപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ടോ? അതൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ സിനിമ? അതൊക്കെ ഉണ്ട്. ഒരു കണ്ടംപററി വ്യൂയിങ് വ്യത്യാസപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ ഇടയ്ക്ക് പണ്ട് തിയേറ്ററിലിരിക്കുമ്പോൾ പാട്ട് വരുമ്പോൾ വാഷ്റൂമിൽ പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അത് വരുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്ത സിനിമയാണെങ്കിൽ നമുക്കൊരു അവസരം ഉണ്ടാവും. അത് അയ്യോ അയാൾ എഴുന്നേറ്റ് പോയല്ലോ, അയാൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴേ അങ്ങനെ സിനിമ. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായി. കാരണം ഈ മൊബൈൽ എടുക്കുക, അതായത് ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഒരാൾ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരാൾ അയാൾ പൂർണ്ണമായിട്ടും തിയേറ്ററിൽ ആ സിനിമ A to Z വാച്ച് ചെയ്തുവോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റലി ഞാൻ അങ്ങനെ വാച്ച് ചെയ്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സിനിമ അയാൾ മുഴുവൻ കണ്ടിട്ടില്ല. അത് ഇടയ്ക്ക് അയാൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഇടയ്ക്ക് മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഹൈ കൊടുക്കുന്ന ഏതൊക്കെയോ ഏരിയകൾ സിനിമയിലുണ്ടായിരുന്നു. ആൻഡ് ഹി ലൈക്ഡ് എന്നുള്ള ഒരു കൺക്ലൂഷൻ. അപ്പോൾ എന്താണ് സിനിമയെ ഇങ്ങനെ വെട്ടി പല സെഗ്മെന്റുകളാക്കിയിട്ടാണോ ഒരു ആസ്വാദകൻ? എല്ലാവരും അല്ല കേട്ടോ, ആസ്വാദകൻ ജനറലി കാണുന്നത് അങ്ങനെയാണോ? കാരണം ഓർത്തു വെക്കാനും തിരിച്ച് വീട്ടിലോ പോയി കുളിര് കോരാനും കുറച്ച് സീനുകൾ മതിയോ, കുറച്ച് കോമഡികൾ മതിയോ എന്നൊക്കെയുള്ളൊരു രീതിയിലാണോ ഇപ്പോഴത്തെ വ്യൂയിങ്? കാരണം OTT-യിലൊക്കെ അങ്ങനെയാണല്ലോ, ഇപ്പോഴും മുറിച്ച് കാണാം. താല്പര്യമില്ലാത്ത, കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു മൂവി കണ്ടു OTT-യിൽ, വിച്ച് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് ത്രില്ലർ. അത് ഒരു ഫാമിലി ത്രില്ലർ എന്നൊക്കെ പറയുന്നൊരു മൂവിയായിരുന്നു. പൊതുവെ എനിക്ക് ഇമോഷണൽ സീനുകളൊക്കെ എനിക്ക് ഇഷ്ടവുമാണ്. കൂടുതൽ ഇഷ്ടം കൊണ്ട് കാണാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയതുകൊണ്ട് പിടിച്ചു ഉലയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനത്തെ സിനിമകൾ കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഇത് സിനിമേൻ്റെ ഇമോഷണൽ ഇത് എനിക്ക് കണക്ട് ചെയ്യില്ല. ബിക്കോസ് ഞാനത് വാച്ച് ചെയ്തത് അതിലെ ഇടിയും ഇതൊക്കെ കാണാൻ വേണ്ടിയാണ്. സോ ഞാൻ അതിൻ്റെ ഇമോഷണൽ സീനുകൾ ഞാൻ പതുക്കെ സ്കിപ്പ് ചെയ്തത് കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയൊന്നുമില്ല. സിനിമ ഓക്കെയാണ്, അടിപൊളി ആക്ടിങ്, നല്ല പരിപാടിയാണ്. പകുതിയോളം കണ്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാച്ചിങ് കൾച്ചർ നമ്മൾ വരുന്നുണ്ടോ? തിയേറ്ററിൽ പോയി കണ്ടാൽ പോലും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജനറലി അങ്ങനെ അത് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു ഇതല്ലാന്ന് എനിക്കറിയാം, ഉറപ്പായിട്ടും അല്ല. കാരണം ഓരോ സിനിമയും നമ്മൾ ഇപ്പോൾ പല സിനിമ ഇന്ത്യൻ മൂവി ആണെങ്കിലും പുറത്തുള്ള മൂവിയാണെങ്കിലും ചില മൂവികൾ മ്യൂസിക് ഇല്ലാതെ പെർഫെക്റ്റ് സൈലൻസിൽ നമ്മൾ മിണ്ടാണ്ട് നെഞ്ചിടിപ്പോടെ ഇരിക്കുന്ന എത്രയോ സിനിമകളുണ്ട്. അപ്പോൾ ഈ പാക്ഡ് എന്ന് പറയുന്ന വാക്കൊന്നും ജെന്യുവിൻലി ആ സിനിമ ആസ് എ വർക്ക് ഓഫ് ആർട്ടിൽ ചേരുന്ന വാക്കല്ല ശരിക്കും. പാക്ഡായിട്ട് എഡിറ്റിംഗ്, ഇങ്ങനെ വെർബൽ എഡിറ്റിംഗ് എന്ന് പറയില്ല, നമ്മൾ എന്താണ് ഡയലോഗ് എഡിറ്റിംഗ്. ഡയലോഗ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡയലോഗും ഇങ്ങനെ ഡയലോഗില്ലാത്ത ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല, ഫുൾ ഡയലോഗ് ആയിരിക്കും ഒരു റീലിൽ. അപ്പൊ എവിടെയിട്ടാണ് ഈ മ്യൂസിക് ചെയ്യുന്നത്? അങ്ങനെയുണ്ട്. അപ്പൊ ഈ പാക്കിംഗ് കൂടി ഇതൊരു ആർട്ടല്ലാതായി മാറുന്ന ഒരു അവസ്ഥയും കൂടി. അതെ. സോ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു മൂവിയെ സംബന്ധിച്ച് ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. അത് വേണ്ട ചില കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മ്യൂസിക് കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടൈം ലാപ്സോ, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ സിറ്റുവേഷൻ്റെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു പാരഡി, ഒരു സിറ്റുവേഷൻ അല്ലാത്ത മറ്റൊരു വായന കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു ക്ലാസിക് മൂവിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അല്ലാണ്ട് പാക്ഡ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ എന്നതിൻ്റെ ഒരു ഇതാണ്. അത് മോശമായിട്ട് പറയുന്നതല്ല, ബട്ട് ഇറ്റ് ഈസ് അനദർ ഗ്രാമർ. സോ അതിലെ എന്ത് ചെയ്താലും ആളുകളെ ഇത് ചെയ്യിക്കുക, ഹാർട്ട് ത്രോബ് ഉണ്ടാക്കുക, അതിൻ്റെ ബീറ്റുകൾ സബ്ബായാലും അതിൻ്റെ പൾസി ആക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നു.
അത് ഇറ്റ്സെൽഫ് ഒരു എന്റർടൈൻമെന്റ് ആകുന്നു. ക്യാരക്ടറിന് കുറച്ചൊരു ബലം കിട്ടുന്നു, കുറച്ചൊരു ഹൈ സ്പീഡ് ഷോട്ടും ഈ മ്യൂസിക്കൊക്കെ വരുമ്പോഴത്തേന് വേറൊരു ഗരിമ വരുന്നു. അതൊക്കെ മറ്റൊരു ആർട്ട് തന്നെയാണ്. സോ അത് ഡിസൈഡ് ചെയ്യപ്പെടുക. ചിലത് വഴിതെറ്റി പോകും, കാരണം ഇപ്പോൾ റിപ്പിറ്റേറ്റീവ്ലി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ വി ഷുഡ് ചേഞ്ച് ദാറ്റ് അല്ലേ, അത് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാര്യത്തിലെ ഇപ്പം ഈ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ആർട്ടാണ്, ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. നമ്മളിപ്പം ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ ഫിലിം മേക്കർ ആക്ടറിനെ അതിലേക്ക് ചേർക്കുന്നു, സ്ക്രിപ്റ്റിനെ പുള്ളിയുടെ വേഷനിലേക്ക് ഉണ്ടാകുന്നു, മ്യൂസിക് പുറത്തുനിന്ന് വന്ന് ഒരു ആലോചന ഉണ്ടായി മറ്റൊരു ക്രിയേറ്റർ വേറൊരു തരം മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പലപ്പോഴും നിങ്ങളുടെ ഒരു സൃഷ്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പലപ്പോഴും ഒരു ഡയറക്ടറുടെ ഡിസൈനിലേക്ക് കൂടി മാറ്റേണ്ടി വരുമല്ലോ. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഡയറക്ടറുടെ ഡിസൈനിൻ്റെ കൂടെ ഇതാണ് ഇപ്പോഴത്തെ തിയേറ്ററിൽ ട്രെൻഡ്, ഈ രീതിയിലേക്ക് കൂടി മാറണം എന്ന് പറഞ്ഞ് അത് കുറെ കൂടി അതിൻ്റെ മേളിൽ റീവർക്ക് ചെയ്ത് മാറ്റി ചിലപ്പോൾ ട്രെൻഡിലേക്ക് പോകേണ്ടി വരും. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തേക്ക് ഒരു ഡിസൈൻ ഡിമാൻഡ് ചെയ്യപ്പെടുമല്ലോ. ഒരു പരിധി വരെ ഞാൻ മാക്സിമം അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഞാൻ മാക്സിമം എന്തുകൊണ്ട് നമുക്ക് പുതിയ ട്രെൻഡ് ഉണ്ടാക്കി കൂടാ എന്നാണ് ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പറയാറ്. അതാണ് ബ്രഹ്മയുഗത്തിൽ സംഭവിച്ചത്. ആക്ച്വലി അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് രാഹുലേട്ടൻ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ തമിഴ് പ്രോജക്റ്റ് ചെയ്തായിരുന്നു. ആക്ച്വലി ആ പ്രോജക്റ്റിൽ എനിക്ക് കുറച്ച് പ്രഷറായിരുന്നു ആക്ച്വലി എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. അവരുടെ ഐഡിയാസ് പറയും, ഞാൻ എൻ്റെ ഐഡിയയിൽ അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ എൻ്റെതായ ഒരു സൗണ്ട് കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്കത് വേണ്ട, അവരുദ്ദേശിക്കുന്നത് യൂഷ്വൽ ട്രെൻഡ് ഇതാണ്. ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ മറ്റേ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ വാട്ട് എവർ എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പോയിന്റിലോട്ട് വരേണ്ടി വരും. അറ്റ് ദി എൻഡ് ഇപ്പോൾ ബിചേട്ടൻ പറഞ്ഞ പോലെ ചില പോയിന്റുകളിൽ സൈലൻസ് നമുക്ക് സ്കോറായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. എല്ലായിടത്തും മ്യൂസിക് പറഞ്ഞ പോലെ ഡയലോഗ് ഉണ്ട്. ചില വർക്ക് ചെയ്യാൻ ടൈമിൽ ചില സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ആ ഏരിയ വീക്കാണ്, നമുക്ക് അവിടെ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യണം, കുറച്ച് ലൗഡാക്കണം. അപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് അവിടെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അവർ പറയും തിയേറ്ററിൽ ഇരുന്ന് പോകും, ആൾക്കാർ ഇരുന്ന് പോകും, ഓക്കെ വാട്ടെവർ, വീണ്ടും അത് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജെയ്ക്സ് ഈ കാര്യത്തിൽ ജെയ്ക്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ നിന്നാണ് ഫിലിം മ്യൂസിക്കിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫിലിമിൻ്റെ പാട്ടുകളുടെ ഡിസൈനിലേക്കൊക്കെ വരുന്നത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ക്രിയേറ്ററും അൾട്ടിമേറ്റ് എല്ലാം നിങ്ങളുടെ തന്നെ ഡിസൈനാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നത് നിങ്ങളുടെ ഒരു കളക്റ്റീവ് ഡിസിഷനാണ്. ഈ റൈറ്ററോ ഫിലിം മേക്കറോ അതിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടിലുള്ളവർക്കോ ഒരു പക്ഷേ ഈ പറയുന്ന ക്രിയേറ്റർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറോളം ഈ പറയുന്ന മ്യൂസിക്കിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. എന്നാൽ പോലും ഇതാണ് തിയേറ്ററിൽ വർക്കാവുക, ഇതാണ് തിയേറ്റർ ഡിമാൻഡ് ചെയ്യപ്പെടുക, ഈ മൊമെന്റിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടിച്ചേർക്കലും മാറ്റങ്ങളും ഡിമാൻഡുകളും നിർബന്ധങ്ങളൊക്കെ വരാലോ. എങ്ങനെയാണ് ഈ ഒരു കോമ്പൻസേഷൻ പാർട്ടിനെ കാണുന്നത്? അതായത് ഇതെല്ലാം ഡയറക്ടർ ആൻഡ് പ്രോജക്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ അതിനെ വൺ അറ്റ് എ ടൈം അങ്ങനെയാണ് കാണാൻ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം ഐഡിയലി എനിക്ക് നല്ല ഡൈനാമിക്സ് ഉള്ള ഒരു ഗ്രാഫുള്ള ഒരു കറക്റ്റായ ഹൈ മൊമെന്റ്സിൽ മാത്രം ശരിക്കും ഒരു സ്കോർ ഡിമാൻഡ് ചെയ്യുന്ന പോലെ സ്കോർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം നമ്മൾ OTT-യിലാണ് കാണുന്ന സിനിമകളും ശരിക്കും എൻജോയ് ചെയ്ത് കാണുന്ന പഴയ കൾട്ട് ക്ലാസിക്സ് എല്ലാം അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ ഓഡിയൻസ് ഈ പറഞ്ഞാൽ വളരെയധികം മാറിയിരിക്കുകയാണ്. ഇപ്പം തിയേറ്റർ ഗോയിങ് ഓഡിയൻസിൻ്റെ ഒരു പല ലാംഗ്വേജസ് സിനിമകൾ കാണുന്നതുകൊണ്ടും ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡിമാൻഡ് ഡയറക്ടർക്കും എനിക്ക് വരുന്ന പ്രോജക്ട്സ് അങ്ങനെ ഒരു നമ്മൾ ഈ ഹൈ മൊമെന്റ്സ് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ ഹൈ മൊമെന്റ്സ് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഹൈ മൊമെന്റ്സ് അവിടെ കറക്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ പടത്തിന് ഇൻഹെറൻ്റ് ആയിട്ടൊരു ഡൈനാമിക്സ് വേണം. നമ്മൾ എല്ലായിടത്തും ഈ പറയുന്ന പോലെ സ്കോർ കുത്തി കയറ്റി എല്ലായിടത്തും തീംസ് ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തീം വരേണ്ടടുത്ത് അത് ചിലപ്പം എഫക്റ്റീവായിട്ട് വരണമെന്നില്ല. സോ അപ്പോൾ അവിടെയാണ് ശരിക്കും മോട്ടീവ്സും കോമ്പോസിഷണൽ ട്രിക്സ് വരുന്നത്. നമ്മൾ ഹൗ ക്യാൻ വി ആ തീമിനെ സജസ്റ്റ് ചെയ്യുന്ന പോലെ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്ടറോട് അത് ആദ്യം തന്നെ പറയണം. എന്താണ് ഈ സച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സീൻ കണ്ടു, നമ്മൾ സീനിന് ഓക്കെ നായകൻ നടന്നു വരുന്നു മാസമായിട്ട് സ്കോർ ചെയ്യാൻ, അങ്ങനെയല്ല. എന്താണ് എഴുത്തുകാരൻ ഈ സബ് ടെക്സ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിലൊരു
എഴുത്താനൊരു ഭാവം വെച്ചിട്ടുണ്ടാവും. ഇപ്പം അയ്യപ്പൻ കോശിയിൽ ഇൻട്രോൾ സീക്വൻസ് കഴിഞ്ഞിട്ട് ആക്ച്വലി അയ്യപ്പൻ നായർ നടന്നു വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ചെരിപ്പൂരി നടന്നു വരുന്ന, അവിടെ ആക്ച്വലി സൈലൻസ് ആയിരുന്നു. പക്ഷെ യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം ഇങ്ങനെ ഒരു ഫോക്ലോർ കുറെ പെൻഡ് അപ്പ് ഫീലിങ്സിലൂടെയാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് അത് പ്ലേസ്, സച്ചേട്ടൻ അവിടെ സൈലൻസ് എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത്. ഇത് വെച്ച് സച്ചേട്ടൻ ഇതൊന്ന് കണ്ടു നോക്കിയെന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു ഡയമെൻഷൻ കിട്ടിയെന്ന് സച്ചേട്ടൻ പറഞ്ഞു അവിടെ. അത് തിയേറ്ററിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലും വർക്കൗട്ടായി. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ചില സമയത്ത് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു സീൻ കണ്ടിട്ട് അതിനെ അങ്ങനെ തന്നെ സ്കോർ ചെയ്യാതെ എന്തായിരിക്കാം അതിലോട്ട് പോകുന്ന ഒരു എലമെന്റ് നോക്കി ആ ഒരു ഡൈനാമിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു ഹൈ മൊമെന്റ്സ് കിട്ടുന്നിടത്ത് മാത്രം വർക്ക്ഔട്ട് ചെയ്താൽ കുറച്ചും കൂടെ, ഇതെല്ലാം ഡയറക്ടറുമായിട്ടുള്ള ഒരു ഗിവൻ പ്രോസസ്സാണ്. അത് പല ഇൻഡസ്ട്രികളിലും പല രീതിയിലാണ് കേട്ടോ. ഇപ്പൊ തെലുങ്കിൽ വർക്ക് ചെയ്യുമ്പം ടോട്ടലി വേറൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കുറെ ഇൻപുട്സ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് അങ്ങനെ ഇവിടെ ചെയ്താൽ പിറ്റേ ദിവസം റിവ്യൂ വരും ഭയങ്കര ഹെവി മ്യൂസിക്, ബഹളമായിരുന്നു എന്നുള്ളൊരു ഇമ്പാക്ട് ചിലപ്പോൾ വരും. കാരണം നമ്മുടെ അത്ര ഒന്നും ആവശ്യമില്ല ഇവിടെ. കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ടും നമുക്ക് വളരെയധികം, ക്രിസ്റ്റോ ഒക്കെ പറഞ്ഞാൽ വളരെയധികം ഓൺ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡം മലയാളത്തിലുണ്ട്. ഇറ്റ്സ് നോട്ട് ദ കേസ് ഇൻ അതർ ഇൻഡസ്ട്രീസ്. അപ്പം കൂടുതലും ഡയറക്ടേഴ്സ് പെർസ്പെക്റ്റീവ് പോവുക, നമ്മുടെ ഈ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസൈൻ സിനിമയ്ക്ക് ചെയ്യുക. ഓഡിയൻസിനെ, കാരണം ഓഡിയൻസിന്റെ ആ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ചരട് ഒരു മ്യൂസീഷ്യന്റെ കയ്യിലാണ് ആ സമയത്ത് ഇരിക്കുന്നത്. ആ ഫിലിം സിനിമാറ്റിക്കലി അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ ഡു യു ഇട്ട് ഒലയ്ക്കുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അത് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫൈങ് പ്രോസസ് എനിക്ക് തോന്നുന്നു. ഇക്കാര്യത്തിൽ ഇപ്പൊ രേഖാചിത്രം എടുത്തു കഴിഞ്ഞാൽ അത് 80കളുടെ അവസാനവുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലുള്ള സിനിമയും കാതോട് കാതോരാണ്. അതേസമയം തന്നെ 2020 ശേഷം നടക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് സിനിമ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. രേഖയ്ക്ക് നിങ്ങളൊരു ട്രാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഥാന്തത്തിലേക്ക് എത്തുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് റോൾ അതിൽ എടുക്കുന്നുണ്ടായിരുന്നു. ഈ രണ്ട് കാലത്തിലൂടെ കടന്നു വരുന്ന കഥയും സിനിമയും എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഐഡിയേഷനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എന്താണ് ഒരു പ്ലാൻ ചെയ്തത്? അവിടെ ഈ റെഫറൻസിന് പോലും ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അതെ, സോ ബേസിക്കലി രേഖാചിത്രം റെഫറൻസുകൾ കുറവായിരുന്നു എനിക്ക് ആക്ച്വലി. പിന്നെ ഞാൻ കിഷ്കിന്ത കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് കയറുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു രേഖാചിത്രം. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് കാലഘട്ടങ്ങൾ കാണിക്കുന്നതിൻ്റെ ഒരു ആക്ച്വലി ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അങ്ങനെ ജോഫിനാണ് സജസ്റ്റ് ചെയ്ത് ഈ കാതോട് കാതോരം എന്നുള്ള കാലഘട്ടം ആയതുകൊണ്ട് അതിൽ ഔസേപ്പച്ചൻ സാറ് മ്യൂസിക്, അപ്പോൾ അതിൽ വയലിൻ കുറച്ചും കൂടെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു സൗണ്ടിങ്ങിലോട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ച് ബാക്ക് ടു ഇതിലേക്ക് വരുമ്പോൾ അത് പിന്നെ പ്രസൻറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ മോഡേൺ ഒരു ത്രില്ലർ അങ്ങനത്തെ ജോണറിലാണ് മ്യൂസിക് വീണ്ടും വരുന്നത്. അപ്പോൾ അതീ പറഞ്ഞ പോലെ ഒരു ട്രയൽ ആൻഡ് എറർ പരിപാടികൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ കുറേ റിജക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ജോഫിൻ റെഡി ആയിരുന്നു എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പുള്ളി ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു, ഭയങ്കര അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്തത് അത്. അപ്പോൾ പ്രഷർ പരിപാടികളൊക്കെ കുറവായിരുന്നു സത്യം പറഞ്ഞത്. വിജയേട്ട കുറച്ചൊരു പേഴ്സണലൈസ് ചോദിക്കുകയാണ്. പൊതുവെ എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് അവരേറ്റവും പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ഒരു പാട്ടാവാം, കോമ്പോസിഷൻ ആവാം, ചിലപ്പോൾ തിയേറ്ററിൽ അതായിരിക്കില്ല ഏറ്റവും പ്രേക്ഷകർക്ക് ഹൈ മൊമെന്റ് ആവുന്ന പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ചിലപ്പോൾ ട്രെൻഡ് സെറ്റർ സോങ്, നമ്മൾ ഈ 1 മില്യൺ കൈൻഡ് സോങ് ഒന്നും, എന്നാൽ ഒരു എവർഗ്രീൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്നത് വേറൊന്നും ആവുമല്ലോ. ഇതേക്കുറിച്ച് എന്താ ഇപ്പൊ പറയാവുന്നത്? കാരണം വെച്ചാൽ ഈ പറഞ്ഞ ഇത് വിജയേട്ടന്റെ പാട്ടുകൾ നോക്കിയാലും അതുണ്ട്. ഒരുപാട് പാട്ടുകളെ സംബന്ധിച്ചാലും കുറെ കാലത്തേക്ക് ഏറ്റെടുക്ക പാട്ടുമുണ്ട്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ തിയേറ്ററിൽ വിടുന്നത് വരെ അവിടെ നിലനിന്നിരുന്ന പാട്ടുകളുണ്ടല്ലോ. ട്രെൻഡ് നേരത്തെ പറഞ്ഞ പോലെ ആസ്വാദനത്തിന്റെ അതിന് ഒരു ഡെഫിനിഷൻ വേറെ നമ്മൾ കൊടുക്കേണ്ടി വരും. ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ട്രെൻഡുകൾ എന്ന് പറയുന്നത് റീറൈറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതിഭാസമാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ സെല്ലബിലിറ്റി മാറി. പണ്ട് CD-യോ കാസറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ യൂട്യൂബും സ്പോട്ടിഫൈയും ആപ്പിൾ മ്യൂസിക്കും തരുന്ന റവന്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ 10 ദിവസം കൊണ്ട് ഇത്ര മില്യൺ കണ്ടു കേട്ടു എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ആണ് പ്രൈമറിലി ഒരു ഓഡിയോ കമ്പനിക്ക് കിട്ടുന്ന ഒരു റവന്യൂ. സോ ക്വാളിറ്റി വേണം, അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വേണം. പക്ഷേ സോ കോൾഡ് ക്വാളിറ്റി, ഒരു പാട്ടിന് എന്തൊക്കെ വേണമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പാട്ടിന് ഇപ്പോൾ
പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. സോ അതിൻ്റെ ഫൺ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു എല്ലാ പാട്ടുകളും ഫണ്ണാണ്, ഫൺ സോങ്സ് ആണ്. ഓൾമോസ്റ്റ് 90% ഫണ്ണാണ് അതിൽ. ഒരു സീരിയസ് കാര്യം പറയുമ്പോഴും അതിൽ ഒരു ഫൺ ഒളിപ്പിച്ചു വയ്ക്കുക എൻ്റെ ഭാഷയിലും ഒക്കെ. സോ അങ്ങനെ ആയി മാറി. ഇനിയിപ്പോൾ അത് തിരുത്താൻ ഇപ്പം എനിക്ക് പേഴ്സണലി അത് മാറിയിട്ട് ഇടയ്ക്കെങ്കിലും ഒരു 4 പാട്ടിൽ 2 പാട്ടെങ്കിലും ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു കാവ്യം, ഒരു നല്ല വരികളൊക്കെയുള്ള നമ്മൾ സ്ഥിരം ഒരു പക്ഷേ കാലത്തിന് അതീതമായി കേൾക്കുന്ന പഴയ പാട്ടുകളെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം നമ്മളുടെ കാലത്തൊക്കെ ഉണ്ട് അത്തരം പാട്ടുകൾ ഉണ്ട്. അപ്പോൾ അത്തരം റിപ്പീറ്റേറ്റീവ്ലി കേൾക്കുന്ന പല മൊമെൻറ്റ്സിലും നമ്മൾ ഏതൊക്കെയോ സിറ്റുവേഷൻ നമുക്ക് പാട്ടിലൂടെ തരുന്ന ചില മൊമെൻറ്റ്സുകളുണ്ട്. ആ മൊമെൻറ്റ്സൊക്കെ തരുന്ന പാട്ടുകൾ 1:1 എന്നുള്ള റേഷ്യോയിൽ കുറച്ച് ഇത്തരം എൻ്റർടൈനിങ്, ഓൺ ദ സ്പോട്ട് എൻ്റർടൈനിങ് ആയിട്ടുള്ള പാട്ടുകളൊപ്പം തന്നെ മറ്റ് പാട്ടുകൾ, നല്ല വരികൾ നല്ല വരികൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നല്ല വരികൾ ഒന്നും എളുപ്പമൊന്നുമല്ല. നല്ല വരികൾ ഉണ്ടാക്കുക, നല്ല പോയട്രി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് എഴുതി നല്ല ഈണമിട്ട് കാലത്ത് അതിപ്പോൾ ഇന്ന് കേൾക്കണ്ട, 2 പാട്ട് മറ്റേ ഉണ്ടല്ലോ കേൾക്കാൻ, പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കേൾക്കുക, അതുമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മളുടെ വികാരങ്ങൾ പൊരുത്തപ്പെടുത്തുക. അത് നമ്മൾ എങ്ങനെയൊക്കെ കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ പാട്ടുകൾ. ആ ഒരു പരിപാടി പകുതിയെങ്കിലും അത്തരം ഷെയറുകൾ അതിന് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ വളരെ ചിലപ്പോൾ ഒരു യൂട്ടോപ്യൻ ആയിരിക്കാം, പക്ഷെ അത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആളുകളുടെ ശ്രവണ പാരമ്പര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മളും ചില പാട്ടുകൾ മെലഡിയുള്ള ഒരു പാട്ട് പാടുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മേ ബി 19 years 18 years 20 years കൈയടിച്ച് ബഹളം ഉണ്ടാക്കുന്ന പാട്ടുകൾ ഇപ്പോഴും ഉണ്ട്. സോ അത് അവരുടെ കുഴപ്പമല്ല. അത് പ്രൊവൈഡേഴ്സ് എന്ന് പറയില്ലേ, സെർവറുകളുടെ കുഴപ്പമെന്നേ ഞാൻ പറയുള്ളൂ, കുഴപ്പമൊന്നല്ല. അതൊരു ഇതാണ് അനിവാര്യത എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. സോ അത് ഒരു കാര്യമാണ്, അത് ആസ്വാദനത്തിൻ്റെ വ്യത്യാസം, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞ എനിക്ക് വന്ന ഈ അനിരുദ്ധനെ കേട്ടിട്ട് റഹ്മാനിലേക്ക് പോകുന്നവരുണ്ട്, റഹ്മാനിൻ്റെ വേറെ ഏതെങ്കിലും ട്രാക്ക് കേട്ടിട്ട് ആ ഇളയരാജയെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടല്ലോ. നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഈ കവർ സോങ് വന്ന സമയത്ത് എൻ്റെ ഒറിജിനൽസ് അന്വേഷിച്ച് പോയിട്ട് ഇങ്ങനൊരു ഉണ്ടായിരുന്നു. പുതുതായിട്ട് എനിക്ക് വന്നത് മഞ്ഞുമൽ ബോയ്സ് ഡിസ്കവർ ചെയ്യുന്ന ആള്, മഞ്ഞുമൽ ബോയ്സിലെ പാട്ടുണ്ടല്ലോ രാജ സാറിൻ്റെ പാട്ട് കേട്ടിട്ട് ഇത് സുഷിൻചാൻ നല്ലോണം ചെയ്തിട്ടുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം. അപ്പൊ കേൾവിയും ഒക്കെ ഒരു ചരിത്ര ബോധം വളരെ കുറവാണ് കുട്ടികൾക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജെക്സി കാര്യത്തിലേ ഇപ്പോ റഹ്മാൻ ആണേലും നമ്മൾ ലെജൻഡറി കമ്പോസേഴ്സ് എന്ന് പറയുന്നവർ കമ്പോസ് ചെയ്തതും ചിലപ്പോൾ റീലിൽ അതിലൊരു ഹുക്ക് ലൈൻ കണ്ടിട്ട് അത് കുറേ പ്രാവശ്യം കേൾക്കുകയും അതിൻ്റെ ഒരു ഫുൾ വേർഷൻ ഒരു 3 minutes പ്ലസ്സുള്ള ഫുൾ വേർഷൻ ചിലപ്പം ഒരു തവണ പോലും കേൾക്കാതിരുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇത് കണ്ടിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു 3 years ബാക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1-2 ദിവസം കൊണ്ട് 1 million ആവുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആവുക എന്ന് പറയും. ട്രെൻഡ് സെറ്ററിന് വീണ്ടും അവിടുന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇത് റീൽസിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവുക എന്നുള്ള ഡിമാൻഡ്സിലേക്ക് പോകുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞ വ്യൂവേഴ്സ് ചുറ്റിപ്പറ്റിയിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ തിയേറ്ററിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ഡിമാൻഡ് ആണല്ലോ. ഈ പറഞ്ഞ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ടു ഫിലിം മ്യൂസിക്കിലുള്ള ട്രാവലിലാണല്ലോ ഇതെല്ലാം കണ്ടിട്ടുണ്ടാവുക. അതെ, അതായത് മൂവിങ് ഇൻഡസ്ട്രി മാറുന്ന അനുസരിച്ചുള്ള ഒരു ട്രെൻഡായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരിക്കും ഞാനിപ്പം തുടരുന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തപ്പോൾ തരുൺ എന്നോട് പറഞ്ഞു ഏറ്റവും ഒറിജിനലായിട്ട് എങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കും, ജെക്സ് ഭായിക്ക് ഇഷ്ടമുള്ള, ഞാൻ ഒരു ഡിമാൻഡും വെക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിനെ ജെക്സ് ഭായി റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും അത് മീറ്റ് ചെയ്യാറില്ല. കാരണം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലേബൽ ഒരു വലിയ തുകയ്ക്കാണ് ഇന്ന് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ലേബലിനും ആ പ്രൊഡ്യൂസർക്കും ഒരു തരം പ്രഷറുണ്ട്. അതിലെ ഒരു പാട്ട് റീലിലോട്ടും അല്ലെങ്കിൽ ഒരു പാട്ട് ആ പടത്തിന് ശരിക്കും ഗുണം ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ്, ഒരു വിഷ്യസ് ഡിമാൻഡ് ഉണ്ട് അവിടെ. അപ്പോൾ ആ പ്രഷർ നമ്മളിലോട്ടും വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു പരിധി വരെ അതിനെല്ലാം ഞാൻ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം
അതിലൂടെ നമ്മളും വി ആർ ട്രൈങ് ടു പുഷ് എങ്ങനെ ഒരു കണ്ടന്റ് എൻഗേജിങ് ആയിട്ട് എന്റർടൈൻമെന്റ് കൂടുതലായിട്ടുള്ള രീതിയിൽ എൻഗേജിങ് ആക്കി ചെയ്യാൻ പറ്റുന്നുള്ളൊരു പല ഇപ്പം വിജയൻ പറഞ്ഞ പോലെ ഈ വേ ഓഫ് റൈറ്റിംഗ് സോങ്സ്, പോയട്രിയുടെ ഡെഫിനിഷൻ തന്നെ മാറി. മോഡേൺ പോയട്രി എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഇപ്പോൾ. അതായത് എങ്ങനെയാണ് ഇത് കുറച്ചും കൂടെ ക്വർക്കിയായിട്ട് ഈ ലഘൂകരിച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എങ്ങനെയാണ് ഭയങ്കര അങ്ങനത്തെ റൈറ്റേഴ്സ് തന്നെ ഇല്ല. അപ്പം ഇതിലൂടെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പാട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം എത്ര നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ബാക്കിയുള്ള സോങ്സ് ചെയ്യാൻ നോക്കാറാണ്. ഞാൻ എല്ലാ പാട്ടുകളും നമ്മൾ ചെയ്യുമ്പം അത് വൈറലാവണം, എല്ലാ പാട്ടിനും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ അക്ലെയിം കിട്ടണമെന്നൊന്നും ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ചില സോങ്സ് ഇതാണ്. എനിക്കിപ്പം ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു നിയോ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തു. ഒരു ഡിമാൻഡും ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ഇങ്ങനൊരു ജോണർ നമുക്ക് ഇഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റ് റീച്ച് ആയാലേ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഒരു അടിമയായി പോകും. എന്താണ് സിസ്റ്റം ഡിമാൻഡ് ചെയ്യുക അതിനെ കേറ്റർ ചെയ്യുന്ന ഒരു AI ടൂളായി മാറും. അതാ ഇപ്പൊ ഉടനെ അത് വരാൻ പോവാണ്. ഓൾറെഡി ഇറ്റ്സ് ദെയർ, ഫുഡ് സ്റ്റെപ്സിലുണ്ട്. നമ്മളും അതാവേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ വി ആർ എ സം ടോട്ടൽ ഓഫ് ഓൾ അവർ എക്സ്പീരിയൻസസ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടുകളുണ്ട്. ഞാനിപ്പോഴും അതാ, ഒരു പാട്ട് എൻ്റെ സ്റ്റുഡിയോ എന്ന് പോകുമ്പോൾ മിനിമം എനിക്കത് ഇഷ്ടപ്പെടണം. അതിന് ഏതെങ്കിലും ഒരു ഭാഗം നമ്മളോട് കണക്ട് ആവാതെ അത് ഒരു കാരണവശാലും ഓഡിയൻസിന് കണക്ട് ആവുന്നില്ല. അത് ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ, സ്ലോ നമ്പർ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഫസ്റ്റ് യു ഹാവ് ടു കണക്ട് ടു ദ സോങ്. അപ്പം മാക്സിമം ആ ഒരു വേവ് ലെങ്ത്തിലുള്ള ഡയറക്ടേഴ്സ്, നമ്മളെ പുഷ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പടവും ആ പാട്ടും ലയിച്ച് ഒരു മാജിക് സംഭവിക്കും അവിടെ. അതല്ല ഒരു ഇൻസ്റ്റന്റ് കോഫി പോലെ എന്തെങ്കിലും വേണമെങ്കിൽ ആ പാട്ടിന്റെ ലൈഫ് അത്രേ കാണുള്ളൂ. ചിലപ്പോൾ ആ ഒരു സീസണിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുന്നല്ലാതെ ഈ ലോങ് ലൈഫോ വിരലെണ്ണാവുന്ന ഒരു 10 പാട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും കാണില്ല. അതാണ് പ്രശ്നം. ജീവിതത്തിലെ ഇതിൻ്റെ ഏറ്റവും ഇങ്ങനത്തിലേക്കുള്ള ജനറേഷൻ എന്നുള്ള ഒരാളെന്നുള്ളത് ചോദിക്കുകയാണ്. ഈ നേരത്തെ ഇപ്പോൾ ഒരിക്കുന്നത് റഹ്മാന്റെയും ദേവയുടെയൊക്കെ പാട്ടുകളെ കുറിച്ച് പുറമേക്ക് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഈ ബസ്സിൽ പ്ലേ ചെയ്യാനുള്ളൊരു സോങ് ഉണ്ടാവും, ഗാനമേളയ്ക്ക് പ്ലേ ചെയ്യാനുള്ളൊരു സോങ് ഉണ്ടാവും. ഈ സിനിമയെ മുകളിലോട്ട് കയറ്റാൻ, ആ സിനിമയെ എടുത്ത് പൊക്കാവുന്ന ഒരു പാട്ടുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ ട്രാക്ക് ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ സിനിമയ്ക്ക് ടോട്ടൽ കോമ്പോസിഷൻ ഉണ്ടാവാം, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. ഇതിനപ്പുറത്ത് ഈ ഫിലിമിനെ കുറിച്ചൊരു അവയർനെസ്, ഇതൊരു ട്രെൻഡ് സെറ്റർ, ഇത് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷണൽ സോങ് എന്നുള്ളത് കൂടി ഒരു ഡിമാൻഡ് ആവുമല്ലോ. പലപ്പോഴും ഈ പ്രൊമോഷണൽ സോങ്ങിൽ നിന്നാണ് സിനിമയിലേക്ക് ട്രെയിലറിനേക്കാളും, നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വർഷം നോക്കി കഴിഞ്ഞാൽ ട്രെയിലറിനേക്കാൾ ആളുകൾ കണ്ടിട്ടുള്ളത് പ്രൊമോഷണൽ സോങ് ആയിരിക്കും. അവിടെ ഈ ഹിപ്പ് ഹോപ്പിന്റെ റാപ്പേഴ്സിന്റെ ഒക്കെ ഒരു പ്രസന്റും പ്രധാനമായിട്ട് വരികയാണ്. എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ഡിമാൻഡിനെ കാണുന്നത്? കാരണം ഇതെല്ലാം നേരത്തെ ഈ പറഞ്ഞതൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പ്രീ റിലീസിൽ തിരിച്ചു പിടിക്കാവുന്ന, മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നായി കൂടി ഇപ്പോൾ മ്യൂസിക്കിന് കാണുന്നുണ്ട്. അതിന്റെ ലേബൽസിന് അത് വളരെ പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നത് മ്യൂസിക് മാത്രമാണ്. OTT സാറ്റലൈറ്റോ മറ്റേതെങ്കിലും റൈറ്റ്സ് ആദ്യം വാങ്ങിച്ചെടുക്കാൻ തയ്യാറില്ല. എങ്ങനെയാണ് ഈ ഡിമാൻഡ്സിന്, ഇൻഡസ്ട്രിയുടെ ഒരു ടോട്ടൽ ഡിമാൻഡ്സിനെ കാണുന്നത്? ഞാൻ ആക്ച്വലി ഈ പ്രഷർ ഇതുവരെ കിട്ടിയിട്ടില്ല ഈ പ്രൊമോഷൻ ട്രാക്ക് ചെയ്യണതിൻ്റെ. സോ ബേസിക്കലി ഇപ്പോൾ 1744 വൈറ്റ് ഓൾട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതിൽ നമ്മളൊരു ട്രാക്ക് ചെയ്തിരുന്നു. പിന്നീട് അതാണ് നമ്മളൊരു പ്രൊമോഷണൽ ട്രാക്കായിട്ട് വത്താന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തത്. കിഷ്കിന്ത ചെയ്യുന്ന സമയത്ത് അതിൽ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്കൊരു പ്രൊമോഷൻ ട്രാക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് പുതിയൊരു ട്രാക്ക്, ഒരു പദവുമായി ഒരു ബന്ധമില്ലാത്ത ട്രാക്ക് ചെയ്യേണ്ടതെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നമ്മളതിലത്തെ നോർത്ത് ഈസ്റ്റേൺ ആ ഒരു ഫോക്ക് ലോർ എടുത്തിട്ട് നമ്മളതൊരു ട്രാക്കാക്കി പിന്നെ ജോബ് പാടിയതൊക്കെ. വേറൊരു പ്രൊമോഷണൽ ട്രാക്കിന് വേണ്ടിയുള്ള പ്രഷർ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ക്രിസ്റ്റോ, ഇക്കാര്യത്തിൽ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കാണുന്നത്, ഇപ്പം എല്ലാവരും അതൊരു ട്രെൻഡ് കൂടിയാണല്ലോ പ്രീ റിലീസ് ഇതുണ്ടാക്കുക എന്നുള്ളത്. ക്രിസ്റ്റോ ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, ബ്രഹ്മയുഗത്തിൽ അതൊരു അഡീഷണൽ ട്രാക്ക് ആയിട്ടാണ് വരുന്നത്, അത് സിനിമയായിട്ട് കണക്റ്റഡ് അല്ലാത്ത. ഇപ്പോൾ സൂക്ഷ്മദർശിനിയുടെ കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിൽ കുറച്ചുകൂടി ഒരു കൃത്യമായിട്ട് ഒരു ജോണർ ഓഫ് മ്യൂസിക് ആണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ റാപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രൊമോഷണൽ സോങ്ങിന്റെ ഭാഗമാവുന്നതും. ബ്രഹ്മയുഗത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ആദ്യം ഇലക്ട്രോണിക് നമ്മൾ തൊടുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണേലും ഇപ്പോൾ ഇലക്ട്രോണിക് സൗണ്ടുകൾ വന്നാൽ തന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ OST എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന ഇലക്ട്രോണിക് സൗണ്ടുകൾ വളരെ നമുക്ക് ബേസ് സബ് ലെയേഴ്സിൽ മാത്രം, നമുക്ക് ആ തിയേറ്ററിൽ ഒരു അഡ്രിനാലിൻ അല്ലെങ്കിൽ ഒരു നെഞ്ചത്ത് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ലെയർ ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സൗണ്ടുകളും ഞാൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അങ്ങനെ വന്നു. പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്കൊരു പ്രൊമോ ട്രാക്ക് വേണം, കാരണം ഒരു ആർട്ട്, പക്ക ഒരു ആർട്ട് ഫോമിൽ നിൽക്കുന്ന സിനിമ ആയതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു
ഇലക്ട്രോണിക് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ പടത്തിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ പാട്ടായിരുന്നു ആദ്യത്തിനില്ലാതെ എന്ന് പറഞ്ഞ സോങ്. പാണൻ മൂന്നാമത് പാടുന്ന പാട്ടായിരുന്നു. അപ്പം ആ പാട്ട് എടുത്തു, അതിനെ എങ്ങനെ അതിൻ്റെ സോള് കളയാതെ ഇലക്ട്രോണിക് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ചെയ്തു. അങ്ങനെ അത് ത്രൂ ഔട്ട് ഒരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് മിക്സിലോട്ട് അതിനെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ചെന്തിപ്പൊരി എന്ന് പറഞ്ഞ ട്രാക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാപ്പ് കൈൻഡ് ഓഫ് ജോണറിനെ ഫോക്കായിട്ട് മിക്സ് ചെയ്ത് ട്രൈ ചെയ്തതാണ്. അങ്ങനെ പിന്നെ ഈ സൂക്ഷ്മദർശിനിലോട്ട് വരുന്ന ടൈമിൽ ഇപ്പൊ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഫ്രീഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 സിനിമകളിലാണെങ്കിലും ഇന്ന പോലത്തെ പാട്ട് വേണമെന്ന് പറയണില്ല. അവർക്കൊരു പ്രൊമോ ട്രാക്ക് മതി, അത് ഹിറ്റ് അടിക്കണം അല്ലെങ്കിൽ ഇത് വർക്ക് ആവണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദുരൂഹമന്ദാസമേ അത്രയും സസ്റ്റെയിൻ ചെയ്യാനുള്ള ഫ്രീഡം എനിക്ക് കിട്ടിയത് ഞാൻ തന്നെ എൻ്റെതായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു റെഫറൻസ് വെച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. അപ്പോൾ അത് സമീറൊക്കെ ആണെങ്കിലും MC ആണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അത് വർക്കായി. അപ്പോൾ ഫ്രീഡം ഭയങ്കര ഫാക്ടറാണ്. ട്രെൻഡ് പറഞ്ഞാൽ ഇങ്ങനത്തെ പാട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും, അത് ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് തന്നെ ലോക്കായി പോകും. ഇതിൻ്റെ എല്ലാ കാലത്തുള്ളൊരു ചർച്ചയാണ്. ഇപ്പം ട്രെൻഡുകൾ മാറുന്ന സമയത്ത്, ടേസ്റ്റുകൾ മാറുന്ന സമയത്ത് അപ്പോഴും നമ്മളിപ്പോഴും കേൾക്കുന്നത് 50 വർഷം മുമ്പുള്ള, 40 വർഷം മുമ്പുള്ള, 25 വർഷം മുമ്പുള്ള പാട്ടുകൾ കേൾക്കുന്ന അതിനെ വേറെ രീതിയിൽ പുനരവതരിപ്പിക്കുന്നുണ്ട് സിനിമ. നമ്മൾ എല്ലാ ലാംഗ്വേജും നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം മുമ്പുള്ള പാട്ടുകൾ പുനരവതരിപ്പിക്കുന്നുണ്ട്, പുതിയ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് സെറ്റർ സോങ്ങിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യുമോ? അത് നമ്മളെപ്പോഴും സെർച്ച് ചെയ്യുന്ന സാധനം എവർഗ്രീൻ എന്ന് പറയുന്ന സാധനമുണ്ട്. 25 വർഷം മുമ്പുള്ളൊരു കോമ്പോസിഷൻ പോലും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി നിലനിർത്തി, അതിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് പോലെ നമ്മൾ ഈ ട്രെൻഡ് എന്നുള്ളതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്താൽ അതിനെ അതുണ്ടാവില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ ട്രെൻഡ് എന്ന് പറയുന്നത് അത് എവറി ലേമൻസ് കപ്പ് ഓഫ് ടീ ആണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ബട്ട് അത് നല്ല ആസ്വാദകരെ സൃഷ്ടിക്കാൻ അതിന് കെൽപ്പില്ല. നല്ല ആസ്വാദകരുണ്ടാവണമെങ്കിൽ ദേ ഷുഡ് ഓൾസോ അവർ ടൈം അതിന് കണ്ടെത്തണം. ഇപ്പോൾ സിനിമയ്ക്കാണെങ്കിൽ അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെ കലയെ അവർക്ക് ആസ്വദിക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. അല്ലെങ്കിൽ ക്ലാസിക്കൽ കലകളൊന്നും നിലനിൽക്കുകയില്ലല്ലോ. ഒരു കോംപ്രമൈസ് കൂടിയാണ് ടു ഗെറ്റ് സംതിങ് വർത്തി. വലിയ വിലയുള്ള എന്തോ കിട്ടാനുള്ള നമ്മളുടെ കോംപ്രമൈസാണ് ആസ്വാദനം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ ഇതൊരു ഹൈ കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന എന്തോ ഒരു ലഹരിക്ക് വേണ്ടിയിട്ട് അത് കളയുകയും അടുത്ത ലഹരിക്ക് വേണ്ടി അടുത്ത ട്രാക്കിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് നിരന്തരമായ ഒരു എന്താ പറയുക ദീർഘ സ്വഭാവം, ജീവനുള്ള സ്വഭാവമുള്ള കല എന്ന് പറയുന്നത് അതിൽ കോംപ്രമൈസ് കുറയും തോറും ഉണ്ടാകുന്നതാണ്. ആൻഡ് ആസ്വാദനത്തിലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ഇതൊരു നല്ലതാണെന്ന് ഒന്ന് അറിയാനൊന്ന് കേട്ട് കളയാം അല്ലെങ്കിൽ കണ്ടു കളയാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നല്ല ആസ്വാദനം ഉണ്ടാകുക. അല്ലെങ്കിൽ അതിങ്ങനെ കാരണം അത് നമ്മുടെ ചെവിയിലേക്കും ബ്രെയിനിലേക്കും ഹൃദയത്തിലേക്കും അടിച്ച് കയറ്റുന്ന എന്തോ ഒന്ന് നമ്മളെ ബാധിക്കുമെന്നുള്ള ഉറപ്പാണ്. വെദർ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി എന്തു തന്നെയായാലും അത് എൻഗേജിങ്. ഈ എൻഗേജിങ് എന്നുള്ള വാക്കൊക്കെയാണല്ലോ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. എൻഗേജിങ് ആവുക അതൊന്നുമല്ല കല എന്ന് പറയുന്നത്. പ്യുവർ ആർട്ടിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. മേ ബി ഒരു ജനകീയമായിട്ടുള്ള ആർട്ട് ഫോമിന് പോലും ഒരു വളരെ ക്രെഡിബിളായിട്ടുള്ള, വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള, വളരെ ഈടുള്ള ആസ്വാദന സ്വഭാവം ഉണ്ടാകേണ്ടതാണ്. അത് എവിടെയോ ഒളിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള സെഷൻ സിനിമയുടെ സാങ്കേതിക സൗകര്യങ്ങളെ കുറിച്ചുള്ള ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരുന്നത് ഉറപ്പായും AI ഫിലിം മ്യൂസിക്കിലേക്ക്, ഫിലിം ക്യാരക്ടേഴ്സിലേക്ക്, ഫിലിം ഡിസൈനിലേക്കൊക്കെ വരുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നുണ്ട്. മുജീബിൽ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന അത് ഒരു കമ്പോസറുടെ സൗകര്യവും സഹായവും ഒരു അഡീഷണൽ സൗകര്യമായിട്ടാണോ കാണുന്നത്? നേരത്തെ ഉറപ്പായി ഉപകരണങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും ഡിജിറ്റൽ സൗകര്യങ്ങളിലേക്ക് വന്ന സമയത്ത് ഒരു സ്റ്റുഡിയോ സംവിധാനത്തിലേക്ക് വന്നപ്പോൾ അതൊരു സൗകര്യമായിട്ട് കണ്ടിരുന്നു. AI ആ രീതിയിൽ ഒരു കമ്പോസറിനെ കൂടുതൽ
ഗുണപ്പെടുന്ന ഒന്നായിട്ട് മാറുമോ? എന്താ അതിന്റെ സാധ്യതകൾ കാണുന്നത്? നമ്മളതിനെ ഒരു ടൂളായിട്ട് അത് പഠിക്കുക, അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഇപ്പം എല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് റെക്കോർഡ് ചെയ്തിരുന്ന പരിപാടി പിന്നീട് അത് മാറി VST സൗണ്ട് മറ്റേ ലൈബ്രറീസ് വന്നു. അപ്പം അന്നും ഈ പ്രശ്നങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളത് ഒരു ഡയറക്ടറിന് അത് മോക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഒരു ഡയറക്ടർ വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് സ്ട്രിങ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഈസിയായി. അപ്പോൾ അത് മോക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ലൈവ് ആർട്ടിസ്റ്റിനെ വെച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതൊരു ടൂളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് അപ്ഡേഷൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ജെയ്ക്സ്, എന്താ അതിലുള്ളൊരു ടേക്ക്? ഹലോ, അതായത് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത് ഇവർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു വലിയ LLM മോഡൽ വന്ന് അതിൽ ഒരുപാട് ഒച്ചയമ്പേളം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഇതിലോട്ട് ഡീപ്പായിട്ട് കുറച്ചുകൂടെ പോകുമ്പം ഇതിന്റെ എല്ലാ കാലത്തും ടെക്നോളജി ആൻഡ് മ്യൂസിക് ഭയങ്കര ഇന്റർലീൻഡ് ആയിട്ടാണ് ഇരുന്നത്. അത് ഭയങ്കര ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ്. കാരണം ഓൾവേസ് ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഹാസ് പേവ്ഡ് വേ ടു സംതിങ്. ഇപ്പൊ പണ്ടത്തെ ഇലക്ട്രിക് ഗിറ്റാറിന്റെ ഒരു റെവല്യൂഷൻ ഹാസ് മെയ്ഡ് റോക്ക് ആൻഡ് റോൾ. അല്ല ഇപ്പം DX7 എന്ന് പറഞ്ഞ യമഹയുടെ ഒരു സിന്തസൈസ് FM സിന്തസിസ് ദാറ്റ് പേവ്ഡ് വേ ടു ദ ഇലക്ട്രോണിക് മ്യൂസിക് റെവല്യൂഷൻ ഇൻ ദി 80s. പിന്നെ APC40 ഹിപ്പ് ഹോപ്പ്, അല്ലെങ്കിൽ ഇപ്പം പിന്നെ നമുക്ക് വർക്ക് സ്റ്റേഷൻസ് വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പണ്ട് ട്രഡീഷണൽ ആയിട്ട് നൊട്ടേറ്റ് ചെയ്തായിരുന്നു എല്ലാവരും സ്കോർസ് ഒക്കെ എഴുതിയിരുന്നത്. പിന്നെ VSTs വന്നു ആൻഡ് വി കുഡ് മോക്ക് ദ ഹോൾ സ്കോർ ഓൺ എ വർക്ക് സ്റ്റേഷൻ. അത് പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു തപസ്സിരുന്ന് പഠിക്കുന്ന ഒരു ഗിറ്റാറിസ്റ്റിനെ പ്രോപ്പറായിട്ട് ഒരു ലൈൻ വായിക്കാൻ പറ്റുള്ളൂ. അത് അത്ര അധികം എഫേർട്ട് ഇട്ട് ചെറിയ പ്രായത്തോട്ട് 5-6 വയസ്സിൽ പിയാനോ അഭ്യസിക്കുന്ന ഒരു കൊച്ചിനെ പ്രോപ്പറായിട്ടൊരു കോർഡ് പ്രോഗ്രഷൻ ഉള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു ജാസ് പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ DX7 പഠിച്ചു, അതിനെ ഒരു ഉപകരണമായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഗിറ്റാർ വായിക്കുന്ന ഒരാൾക്ക് ഗിറ്റാർ പഠിച്ച്, പക്ഷേ AIയുടെ പോസിബിലിറ്റീസ് വേ ബിയോണ്ട് ദാറ്റ്. കാരണം ഇപ്പം OpenAI എന്ന് പറഞ്ഞൊരു മോഡൽ വന്നു, അല്ലെങ്കിൽ ഡീപ് സീക്ക് വന്നു. And these are all training right now on languages, prompt based ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ കിട്ടുന്നു. ബട്ട് ദ മൊമെന്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ട്രെയിനിങ് ഓൺ ഫിസിക്കൽ ഡേറ്റ, ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഇപ്പൊ ഷോപ്പൻ്റെ ഒരു നോക്ടേണോ അല്ലെങ്കിൽ ബീത്തോവന്റെ സൊനാറ്റോ പഠിക്കുന്നു, അതിനൊപ്പം തന്നെ കീർത്തനങ്ങളും വർണ്ണങ്ങളും ഗീതങ്ങളൊക്കെ പഠിക്കുമ്പം ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ പവർഫുൾ. ഒരു 5 വർഷം ഡൗൺ ദ ലൈൻ ഒരു ഡയറക്ടർക്ക് വേണേൽ പ്രോംപ്റ്റ് ചെയ്യാം, ഇന്ന രാഗത്തില് ഇന്ന ഒരു സിന്ത് ബേസ്ഡ് ഒരു ക്ലാസിക്കൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫാർ അവേ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ പ്രോംപ്റ്റ് ചെയ്ത് സുനോ എന്ന് പറയുന്നൊരു AI ടൂളിലോട്ട് യു ക്യാൻ പ്രോംപ്റ്റ്. അതിന് നമുക്ക് ഇപ്പം ബീറ്റ് മേക്ക് ചെയ്യുന്ന ഒരു പയ്യനാണെങ്കിൽ ജസ്റ്റ് ഒരു ബീറ്റ് ബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിതം പാറ്റേൺ കിട്ടും. അല്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു സാക്സഫോൺ ലൈൻ വേണമെങ്കിൽ സുനോയോട് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തെടുത്താൽ യു വിൽ ഗെറ്റ് എ നൈസ് ലൈൻ ഓൺ സുനോ. അത് ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ഈവൻ ട്രെയിൻഡ്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ വെരി സൂൺ, ഒരു 2-3 years യു വിൽ സി ഒരു കമ്പോസിങ് അസിസ്റ്റന്റ് തന്നെ നമ്മുടെ അടുത്ത് വരും. ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനെ ഇപ്പം പ്രോഗ്രാമേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിലുപരി വേറൊരു ഒരു സംഭവം എന്നുള്ളത് ഇതിനെ ചൂഷണം ചെയ്യാനും ടെക്നോളജി കമ്പനീസ് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ട്രക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ ഒരു മലയുടെ മുകളിൽ പോകുമ്പോൾ ട്രക്ക് ചെയ്യുന്ന ആളോട് പറയരുത് അത് എന്താ പറയാ, ഈ മല കയറുന്നത് ഭയങ്കര ഹാർഡായിട്ടൊരു പ്രോസസ്സാണ്, ഒരു ഹെലികോപ്റ്റർ തരാം നിങ്ങൾ നേരെ അവിടെ പോകാൻ പറഞ്ഞാൽ ആ ആസ്വാദനം ഉണ്ടല്ലോ, ആ കയറുന്നത് ഓരോ സ്ട്രഗിൾസ് ഓഫ് ഗെറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അതുപോലെ തന്നെ പാട്ടുണ്ടാക്കുന്ന ഒരു ആഗ്നി, ഒരു സ്ട്രഗിൾ ആണ്. ഒരു ഫിലിം കമ്പോസറിന്റെ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നതിനേക്കാളും ഭയങ്കര ഒരു സ്ട്രഗിൾ ആണത്. ഒരു ഈണത്തിലെത്തുക, സെൽഫ് കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തുക, അത് എല്ലാം മറികടന്ന് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് എത്തുന്ന അതിന്റെ ഫൈനൽ എത്തുമ്പോഴാണ് അതിന്റെ സുഖം. ഇപ്പൊ വന്ന് പറയണ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ 2 പ്രോംപ്റ്റ് ചെയ്താൽ മതി, കുറച്ച് അഡ്ജക്റ്റീവ്സ് തന്നാൽ മതി, ഞാൻ പാട്ടുണ്ടാക്കി തരാം വിത്ത് ലിറിക്സ് എന്ന് പറയുമ്പോൾ കൊള്ളാലോ. അപ്പം യു ആർ ബീറ്റിംഗ് ദാറ്റ് പ്രോസസ്സിനെ മറികടന്ന് എളുപ്പമായിട്ടൊരു ഒരു ട്രെൻഡിലോട്ടാണ് ഇവർ എൻകറേജ് ചെയ്തത്. അതൊരു ഡേഞ്ചറസ് ട്രെൻഡാണ്. അപ്പൊ അതെങ്ങനെയാണ് കാരണം എല്ലാവർക്കും പ്രോഫിറ്റ്സിലോട്ട് പോകണം, എല്ലാവർക്കും ഈ കാര്യങ്ങളിൽ മുമ്പിൽ എത്തണം. അപ്പം ദേ ആർ ഓൾ സുനോ പോലെ ബാക്കി എല്ലാ കമ്പനീസും ആർ ട്രൈങ് ടു എനേബിൾ പീപ്പിൾ ടു മേക്ക് മ്യൂസിക് വിത്തൗട്ട് ദ പ്രോസസ്. അപ്പം ഇതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് എവിടെ ആയിരിക്കും അതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ബട്ട് AI ട്രെൻഡ് ഇസ് നോട്ട് ലൈക്ക് നമ്മുടെ പ്രീവിയസ് മ്യൂസിക്കൽ ട്രെൻഡ്സിന്റെ ഒരു 100x AI ഒരു ഡേഞ്ചർ സോണിലോട്ട് പോകുന്നത്.
മറ്റുള്ള ആൾക്കാർക്ക്. ക്രിസ്റ്റോ, ജയ്സൺ അറ്റ് ദി എൻഡ് ഒരു ഇപ്പോൾ ഞാനൊരു പാട്ട് പറഞ്ഞു, ജയ്സൺ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സൗണ്ടുകൾ തപ്പിയെടുത്തിട്ടായിരിക്കും ഒരു ട്രാക്ക് ബിൽഡ് ചെയ്യണത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ മുമ്പോട്ട് ഈ പറഞ്ഞ പോലെ എ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ആ സുഖം ചിലപ്പോൾ മിസ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ പാഷനാണ്, ഞാൻ എൻ്റെ പ്രൊഫഷണലായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് ചിലപ്പോൾ ഓക്കെ കമാൻഡ് കൊടുക്കുന്നു, പാട്ടുണ്ടാക്കുന്നു, അങ്ങനെ ഇരിക്കേണ്ടി വന്ന് ഞാൻ ചിലപ്പോൾ ഒരു സുഖം മിസ് ചെയ്തേക്കാം. ചേട്ടാ? പിന്നെ എനിക്ക് തോന്നുന്നത് ഫിലിം മ്യൂസിക്കിലെ സ്കോറുകളും പാട്ടുകളും ഒക്കെ സുഖമായിട്ട് എഐക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പാട്ടുകൾ കാരണം അത് ഫിലിം മ്യൂസിക്കിൻ്റെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന, ഞാനടക്കം ചെയ്യുന്ന സിനിമകളുടെ സ്കോറുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര നോവലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, ഓൾറെഡി എക്സിസ്റ്റ്. അപ്പോൾ എ എന്ന് പറയുന്നത് കോടാനുകോടി ഹ്യൂമൻ ബ്രെയിൻസിൻ്റെ റാൻഡം ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഓഫ് ബ്രെയിൻ അത് റാൻഡംലി ചെയ്യുന്നു, അതായത് സെൻസിബിളി. ഇപ്പം ഇന്നലെ ജെയ്ക്സ് പറഞ്ഞ ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഇത് നേരത്തെ ചാറ്റ് GPT പോലെയല്ല, കുറച്ചും കൂടി ഹ്യൂമൻലി ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അത് ഇപ്പോൾ മനീഷും ഞാനും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ അളവുകൾ വരെ എടുത്ത് നമ്മൾ തമ്മിലുള്ള ബന്ധം എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ അത് വളരുമെന്ന് പറയുന്നു. അപ്പോൾ അത്തരം ഒരു ഇൻ്റലിജൻസ് വരിക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മ്യൂസിക്കിനെ പോലെ കൃത്യമായിട്ട് നമ്മുടെ ഭാഷ പോലെയല്ല, മ്യൂസിക്കിന് ഒരു സർറിയൽ സ്വഭാവമുണ്ട്. അത് എന്താണ് വർക്കാവുന്നത്, ഒരു ഒന്നിലധികം സ്വരങ്ങൾ ചേർത്താൽ ഒരു ട്യൂണായി. ട്യൂണായി. കാക്കേ എന്നാണല്ലോ ട്യൂൺ. തരാരാരീ തരാരീര തരാരാരീ, ഒരു നോട്ട് മാറ്റിയ മറ്റൊരു ട്യൂണായി. തരാരാരീ വേറെ ട്യൂണായി. തരാരാരീ വേറെ ട്യൂൺ. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ട്യൂൺ. സോ എയിൽ ഇതിൻ്റെ അപ്പുറത്തെ ഒരു 20 കൊടുത്താൽ അത് വന്നുകൊണ്ടേയിരിക്കും. സോ എയെ സംബന്ധിച്ചിട്ട് മ്യൂസിക്, ഫിലിം മ്യൂസിക് അതൊരു ഈസി പരിപാടിയായിരിക്കും എയ്ക്കെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഭാഷ അങ്ങനെയല്ല. ഭാഷയ്ക്ക് ഒരു പരിധിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും പുതിയ പ്രയോഗങ്ങൾ, പുതിയ ആശയങ്ങൾ ഒരു എഴുത്തുകാരനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ജന്മങ്ങൾക്കപ്പുറമെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം എന്നൊരു എഴുത്തുകാരനെ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാറ്റാൻ പറ്റില്ല. അത് പുതിയ പരിപാടി, അത് കോയിൻ ചെയ്യണം. ആശയം ഭാഷയും കൂടി കോയിൻ ചെയ്ത് പുതിയ നെറേറ്റീവ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തലയിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിഞ്ഞായിരിക്കും അത് തരാൻ പോകുന്നത്. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ഹായ്, ജ്വാല. ഇതിപ്പോൾ എല്ലാവരോടും ചോദിക്കാനുള്ളതാണ്. ഹൗ ഡു യു സ്റ്റേ ഒബ്ജക്റ്റീവ് വിത്ത് യുവർ വർക്ക്? ലൈക്ക് നിങ്ങളുടെ വർക്കും ഇൻ ടേംസ് ഓഫ് മേ ബി അതേഴ്സ് ആസ് വെൽ. ആ ഒരു ഒബ്ജക്റ്റിവിറ്റി സ്വന്തം വർക്കിൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഐ മീൻ യു വിൽ ബി ഡിസ്കസിങ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ് വെൽ, ബട്ട് ഇൻ യുവർ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ഇത് ഓക്കെയാണ് അല്ല, അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വർക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അതുപോലെ ആകരുത്? യു ആർ ഓൾ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മ്യൂസിക് ആസ് വെൽ. സോ ആ ഒബ്ജക്റ്റിവിറ്റി ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? വാട്ട് ഐ ഡു ഇസ് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും കൂടെ വെക്കുക. പച്ചയ്ക്ക് പറഞ്ഞ ഒരു കുഴപ്പമില്ല. അത് എപ്പോഴും അതൊരു ഹംബ്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം എവിടെ തുടങ്ങി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കറക്റ്റീവ് മെക്കാനിസം. ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലായിരിക്കും. വാട്ട് യു ഹാവ് ഇൻ മൈൻഡ്, വാട്ട് യു എൻവിഷൻ might not be the end result of a collaboration with a project. പക്ഷെ എന്നാൽ അവിടെ എവിടെയാണ് സ്തുതിപാഠകരെ സൈഡിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. And I always believe that whoever you're working with should be smarter, has more passion than us എന്നുള്ളൊരു
ആൻഡ് നമ്മുടെ ലോങ് ടൈം കൊളാബറേറ്റേഴ്സ് അവരെ വെറും അസിസ്റ്റൻസ് ചൊൽപ്പടി നിൽക്കുന്ന ആൾക്കാരല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനും പറയാനും ഓണസ്റ്റ് ആയിട്ടൊരു റിവ്യൂ പറയാനുള്ള ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ജസ്റ്റ് അബൌട്ട് കീപ്പിംഗ് പീപ്പിൾ ഹു ആർ ക്ലോസ് ടു യു ആൻഡ് ഹു ക്യാൻ closely monitor what you're doing and criticize and come up with more, and that makes you a self improvement, and also constantly be in touch with what's happening around the industry and around the world to just see how your graph and your meter is, what compositions can you create to be in par with that. അങ്ങനെ ഒരു സെൽഫ് തോട്ട് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു ലൂപ്പിലിരുന്നാൽ ഇത് വരില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് യു ഹാവ് ടു ബി കോൺസ്റ്റന്റ്ലി വിത്ത് പീപ്പിൾ who give you good tips. അതാണ്. ഹലോ, ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ചോദിച്ചോട്ടെ, ഹൗ ലോങ് കെൻ യു മെയിൻറ്റെയിൻ ദാറ്റ്? ഇപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഐ ഹാവ് ടു എൻഡ് അപ്പ് ഡൂയിങ് വാട്ട് ദേ വോണ്ട് എന്ന് പറയുമ്പോൾ യു കാണ്ട് ഓൾവേസ്, ഐ മീൻ, ഹൗ ലോങ് വിൽ യു ബി ഏബിൾ ടു പ്രിസർവ് ദാറ്റ്, യു നോ, യുവർ സെൽഫ്, ലൈക്ക് ഐ വോണ്ട് ടു ഡു ദിസ് എന്ന് പറഞ്ഞ്? കുറച്ച് പാടാണത് ആക്ച്വലി. അറ്റ് ദി എൻഡ് ഈ പടം തീരണമല്ലോ, നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പോയിന്റ് ആകുമ്പോൾ അവർ ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് പറയും ഇന്ന ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്യൂ, അങ്ങനെ വരെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ മ്യൂസിക് പ്രൊഡ്യൂസറോ ഒരു മ്യൂസിക് ഡയറക്ടറോ ആകുന്ന പോയിന്റ് വരും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ യു ആർ ഇൻ എ ഫിലിം, യു ആർ വർക്കിംഗ് ഓൺ എ ടീം. അപ്പോൾ നിങ്ങൾ ഏത് പ്രോജക്റ്റ് പോലെയോ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് പോലെയോ അല്ലെ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്, ഇറ്റ്സ് ഓൾവേസ് എ ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്തണം. ബട്ട് ദ മോർ യു ഹാവ് എ കൺട്രോൾ ഓഫ് യുവർ പ്രോഡക്റ്റ്, ആദ്യം തന്നെ അത് നമ്മൾ പ്രോജക്റ്റിലോട് കയറുമ്പോൾ തന്നെ പറയണം ഒരുപാട് പറ്റില്ല, ദിസ് ഇസ് ഹൗ വി വർക്ക് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെ വെൻ യു വർക്ക് വിത്ത് സീനിയേഴ്സ് ഓർ വെൻ യു വർക്ക് വിത്ത് പീപ്പിൾ ഹു യു റെസ്പെക്ട്, ദെൻ ദർ ഇസ് ഓൾവേസ് എ ഗിവ് ആൻഡ് ടേക്ക്. അതൊരു കോംപ്രമൈസ് ചെയ്യാത്തൊരു സ്ഥലത്ത് എത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇത് മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഒരു പരിധിവരെ അത്ര ഇതായിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് ഇത് ആത്യന്തികമായിട്ട് നമ്മൾക്ക് തൃപ്തി വരാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും. കാരണം നമ്മളുടെ ചെയ്യുന്ന പണിയുടെ പേര് മ്യൂസിക് ഡയറക്ഷൻ എന്നാണ്. മ്യൂസിക് ഡയറക്ഷൻ, നോട്ട് ജസ്റ്റ് മ്യൂസീഷ്യൻ. ആ പടത്തിന് വേണ്ട മ്യൂസിക് സംവിധാനം ചെയ്യുന്ന പണിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് നമ്മളുടെ ജോലിയാണ്. ആൻഡ് ദേ ഷുഡ്, കാരണം സംവിധായകൻ എപ്പോഴും ഒരു സാധാരണ ഒരു ആസ്വാദകൻ മാത്രമായിരിക്കും പാട്ടിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ. അവർക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയില്ല. അതിനേക്കാൾ ബെറ്ററായിട്ട്, അഹങ്കാരമില്ലാതെ എനിക്ക് പറയാം, അതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്കറിയാം, ഈ പണി എനിക്കറിയാം എന്നുള്ളത് എനിക്ക് വ്യക്തതയുണ്ട്. സോ എനിക്കത് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് യു ഷുഡ് ഫോളോ മീ ആ കാര്യത്തിൽ. എന്നിട്ട് ഒരുപക്ഷെ ഒരു സാധാരണ ഒരു ആസ്വാദകന്റെ ഇതിൽ അവരുടെ സ്റ്റേറ്റ്മെന്റും നമ്മളുടെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ചേരുന്നുണ്ടോ എന്നൊരു ആസ്വാദകന് തോന്നുന്ന ഒരു ബോധത്തോടെ മാത്രം ആണ് അത് സമീപിക്കേണ്ടത്. അല്ലാണ്ട് ഒരു ജ്ഞാനിയുടെ രീതിയിൽ അതിനെ സമീപിക്കാൻ സംവിധായകന് പറ്റില്ല. ബിക്കോസ് ഹി ഡസൻ നോ, അയാൾക്ക് അറിയില്ല മ്യൂസിക്. അറിയുന്നവരുണ്ടാകാം, ഇല്ലെന്നല്ല, പക്ഷെ ബേസിക്കലി അയാൾ എഡ്യൂക്കേറ്റഡ് അല്ല മ്യൂസിക്കിൽ. സോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതനുസരിക്കുക എന്നുള്ളതല്ലേ. പിന്നെ താങ്കൾ ഒരു സ്കോർ പറയൂ, ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു തരണം, അത് പറ്റില്ല. സോ നമ്മൾ ചെയ്യുന്ന, ഇല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും എനിക്ക് പേഴ്സണലി ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളത്, റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈ, എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് പറയണം. പറഞ്ഞ് ആ കാരണം പറഞ്ഞാൽ ഐ എം ഹാപ്പി. ഞാൻ അതിനേക്കാൾ മുൻപിൽ ഞാൻ റിജക്റ്റ് ചെയ്യും. ബട്ട് കാരണം പറയാം. കാരണം നമ്മൾ അത് സംവിധാനം ചെയ്തിരിക്കുകയാണല്ലോ. നമ്മൾ വി ഡയറക്റ്റഡ് ദാറ്റ് സ്കോർ ഫോർ ദ പർട്ടിക്കുലർ സീൻ, ഒരു ഇതിന്. സോ അതിന് കാരണം എനിക്കറിയണം, എന്തുകൊണ്ട് റിജക്റ്റായി. അത് അങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടാവണം. സോ അത് മറ്റൊരാളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. മറ്റൊരാളെ എന്ന് പറയുമ്പോൾ സംവിധായകൻ ഇൻക്ലൂഡിങ് ഡയറക്ടർ, വി ആർ ട്രൈങ് ടു സാറ്റിസ്ഫൈ ദ ഹോൾ ഓഡിയൻസ്. അല്ലാതെ ബേസിക്കലി നമ്മളെ തന്നെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. നമ്മളുടെ ജസ്റ്റിഫിക്കേഷനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു. ഹലോ, ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. കാര്യം ക്രിയേറ്റീവ് പീപ്പിളാണ് 4 പേര്. ഐ ലവ് ക്രിയേറ്റീവ് പീപ്പിൾ ആൻഡ് ബഹുമാനത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ, ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് നോക്കുന്ന ആളുകളെ. എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ അതിൽ ഇപ്പം പുതിയ ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒന്നാരാഗം പാടി എന്നുള്ള ഒരു പാട്ടും അല്ലെങ്കിൽ അതിൽ ആ ക്ലാസിക് കൾട്ട് ബീജിയവും ഒക്കെ അവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതെല്ലാം റീൽസ് വഴിയാണ്. പക്ഷെ അതല്ലാതെ തൂവാനത്തുമ്പികൾ കണ്ടിട്ടുള്ള ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. ഞാനത് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയല്ല, അതിൻ്റെ ആ മ്യൂസിക് പോർഷനെ കുറിച്ചും ബിജെപിനെ കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നത്. അതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറാണ്. അതുപോലെ തന്നെ അത് ആ BGM നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ മൂവിയുടെ പല സമയങ്ങളിൽ പല ഏരിയകളിൽ ആ മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആസ്വദിച്ചിട്ടുള്ള ആ ഒരു BGM ചെയ്തിരിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജോൺസൺ മാഷാണ്. അപ്പോൾ ഇതൊരു ചോദ്യമല്ല, അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. 2 കാര്യങ്ങൾ അറിയാനിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു പടത്തിൽ ഇപ്പം മ്യൂസിക് ഡയറക്ടറായിട്ട് മാത്രം ഒരു സോങ്ങിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം BGM ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഐഡിയ പരമായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ചാലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അത് അറിയാനായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നില്ല, അതറിയാൻ ആഗ്രഹിക്കുന്നു, എന്നെപ്പോലെ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പറയുണ്ടായി ഒരു BGM ഒരു മൂവിയെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് ഒരു റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിനെ എൻഹാൻസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരിക്കണ്ടായി. 1987 കമലഹാസനെ നായകനാക്കിയിട്ട് ഒരു സിനിമ തമിഴിൽ വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടോ, ഇപ്പൊ പുതിയ ജനറേഷൻ കുട്ടികൾ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയുടെ പേര് പുഷ്പക വിമാനം എന്നാണ്. അതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ ഡയലോഗ് ഇല്ല, ഡയലോഗ് ഒട്ടുമേ ഇല്ല. 2 മണിക്കൂറുള്ളൊരു മൂവിയാണ്, അതിൽ ഡയലോഗ് എന്നുള്ളൊരു സംഭവമേ ഇല്ല, കൂടാതെ പാട്ടുകളുമില്ല. പക്ഷെ അതിലുള്ളത് BGM ആണ്. അപ്പോൾ BGM മാത്രം കൊണ്ട് സിനിമ സക്സസ് ആകി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ കഴിവും അവരുടെ ഒരു ആക്ടിങ് സ്കില്ലും ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു മൂവി അത്രത്തോളം സക്സസ്ഫുൾ ആയത്. അത് 35 ലക്ഷം രൂപ മുടക്കി എടുത്ത പടം, വിക്കിപീഡിയ പറഞ്ഞ ഇൻഫർമേഷനാണ്, ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തോളം ബഡ്ജറ്റ് അവർ അത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇതുപോലൊരു മൂവി നിങ്ങൾക്ക് 4 പേരും അതിന് ഉത്തരം നൽകിയാൽ അത്രയും നല്ലതായിരിക്കും. ഒരു മൂവി വരുന്നു, ഭയങ്കര ഒരു ക്രിയേറ്റീവ് സൈഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്, അതിൻ്റെ ആക്ടർ വൈസ് ടെക്നിക്കൽ സൈഡ് എല്ലാം സൂപ്പറാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ആസ്പെക്ട്സിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ BGM-നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക? അതായത് മോസ്റ്റ് ഓഫ് ദ എന്താ പറയാ, ഇതിനകത്ത് ഒരു ചലഞ്ചിങ് കുറവതൊന്നുമില്ല. ഇപ്പം സോങ്സ് ഇല്ലാത്ത സിനിമകളുണ്ടെങ്കിൽ, ഇപ്പൊ പുഴു എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിരുന്നു മമ്മൂക്കയുടെ, അതിൽ പാട്ടുകളില്ല. അപ്പം അതിൽ ആ കഥയോടുകൂടി ഇത് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പം അയ്യോ പാട്ടുകളില്ലാത്ത ഒരു പടം ഭയങ്കര ചലഞ്ചിങ് ആണ്, അങ്ങനെയല്ല. ആ സിനിമയുടെ ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അനുസരിച്ച് നമ്മൾ വളരെ ഓർഗാനിക് ആയിട്ട് സ്കെച്ച് ചെയ്ത് പോകും. സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇൻസ്ട്രുമെന്റ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു സ്കോറിലോട്ട് എത്തും. അത് ലൈവ് ഇൻസ്ട്രുമെന്റ്സിൽ വായിക്കും, ഡയറക്ടറെ കാണിക്കും. ഇതാണ് പ്രോസസ്സ്. അപ്പൊ എല്ലാത്തിനും ആ ഒരു സിമിലർ പ്രോസസ്സാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഈ വേറൊരു കാര്യം ചോദിച്ചില്ലേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിച്ചത്. ഈ സോങ്സ് ഒരാൾ ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരാൾ ചെയ്യുന്നതും കുറച്ച് ട്രിക്കിയാണ്. ഐഡിയലി അത് എല്ലാം ഒരാൾ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഈ പാട്ടുകൾ എല്ലാ പടത്തിലും വേണം എന്നുള്ളൊരു ട്രെൻഡ്, അത് ഇപ്പം ഞാൻ വെസ്റ്റിലെ സിനിമകൾ നോക്കുകയാണെങ്കിൽ, സിനിമ ചെയ്യുന്നു 1.5 മണിക്കൂർ സിനിമ, അതിൽ പാട്ടുകൾ ഏതെങ്കിലും ഒരു സോങ്സ് ലൈസൻസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത് സത്യത്തിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആൾ മാത്രമാണ് അതിന്റെ കമ്പോസർ. ഹി ടേക്സ് ദി ആക്ച്വൽ ടെക്നിക്കൽ വർക്ക് ഇസ് ഡൺ ബൈ ഹിം. നമ്മൾ ഈ 2 മാസത്തിൽ ആക്ച്വലി ഇവിടെ ഇന്ത്യൻ മ്യൂസിക് കമ്പോസേഴ്സിന്റെ എടുക്കുന്ന എഫേർട്ട് അവിടെ പുറത്തെ ആൾക്കാർ ചിന്തിക്കാൻ കൂടെ പറ്റില്ല. കാരണം 5 പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും 1 മാസം 2 മാസം ചെയ്ത് കൊടുക്കുകയാണ്. എത്ര പടങ്ങൾ ജോൺസൺ മാസ്റ്ററൊക്കെ എനിക്ക് തോന്നുന്നു 30-ലും മുകളിൽ സിനിമകൾ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വേറൊരാൾ പാട്ട് ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ വരുമ്പം അദ്ദേഹം പാട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റീസ്, അദ്ദേഹത്തിന്റെ അറിവുള്ള കോഡ് പ്രോഗ്രഷൻസ്, അദ്ദേഹത്തിന്റെ പാലറ്റ് വെച്ചായിരിക്കും. പക്ഷെ നമ്മൾ ആ സീനെ വേറെ രീതിയിലായിരിക്കും, അതിന്റെ ഇൻട്രോ വേറെ രീതിയിലായിരിക്കും ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും. അപ്പൊ നമ്മൾ ഇഷ്ടമില്ലാതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും അതിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അതല്ല, അതിനെ ക്രിയാത്മകമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അദ്ദേഹം ചെയ്ത പാട്ട് ഇതാണ്, അതിന്റെ ലീഡ് എന്താണ്, എവിടെയാണ് ആ ലീഡ് വരേണ്ടത്, ഏതാണ് സ്കെയിൽ, എങ്ങനെയാണ് അതിലോട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെല്ലാം ഒരു ഫോർമുല, ഒരു പാറ്റേൺ ഓഫ് ഡൂയിങ് ഉണ്ട്. ഐഡിയലി പാട്ടും സ്കോറും ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൊഹിസിവിറ്റി, പടത്തിനൊരു യൂണിഫോമിറ്റി കിട്ടും, കാണുന്ന ആസ്വാദനം നമുക്കും. അപ്പം ആ പാട്ടായിരിക്കും ചിലപ്പം സ്കോറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ചിലർ പാട്ട് ആദ്യം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മോട്ടീവ്സും അതിന്റെ ബേസിക് മെലോഡിക് ഐഡിയാസ് എടുത്തിട്ടായിരിക്കും സ്കോറിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പാട്ട് നമ്മുടെ കയ്യിലുണ്ടാവുമ്പം
ആ പടത്തിന്റെ DNA സോണിക് DNA നമ്മുടെ മനസ്സിൽ കയറും. അപ്പൊ അത് വെച്ച് നമുക്ക് ക്ലൈമാക്സ് ചെയ്യാൻ പറ്റും, പ്രീ ക്ലൈമാക്സ് ചെയ്യാൻ പറ്റും, ലവ് മൂഡ് ചെയ്യാൻ പറ്റും. സോ ഐഡിയലി all of the score done by one person, it's good. ഇപ്പം നോർത്തിലൊക്കെ അവര് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളെ കൺസിഡർ പോലും ചെയ്യുന്നില്ല. വളരെ മോശമായ ട്രെൻഡാണ് അത്. ദേ ഡോണ്ട് ഈവൻ ഒരു പോസ്റ്റർ പോലും എഴുതില്ല. 3 മാസം എടുത്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളെ മൈൻഡ് ചെയ്ത് ഒരു പാട്ട് ചെയ്ത് കമ്പോസർക്കായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ട്രെൻഡാണ് ഹിന്ദി സിനിമകളുടെ ട്രെൻഡ്. അവിടെ ഏതെങ്കിലും പാട്ട് 4 ഉണ്ടോ, 4 പാട്ട് ഒരു ലേബിൾ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് എടുത്ത് ഇടുന്നു. ഏത് കമ്പോസറാന്ന് പോലും ദേ ഡോണ്ട് കെയർ. അത്ര അധികം മോശം ഒരു റെസ്പെക്റ്റും വാല്യൂ ആണ് മ്യൂസിക്കിന് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സിനാരിയോയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടും പറഞ്ഞാണ്. ഇപ്പം ഏതായാലും നമ്മുടെ ഈ സെഷന്റെ സമയം തീർന്നപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒരാളോട് ചോദിക്കാം. ബ്രീഫായി ചോദിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കീപ് ഇറ്റ് വെരി ഷോർട്ട്. താങ്ക് യു. So, you know, as you said, many instruments പുതിയ പുതിയ കാര്യങ്ങൾ വന്നപ്പോഴായിരുന്നു പുതിയ പുതിയ ജോൺറയിലേക്ക് വന്നത്, ആസ് ഇൻ ഇലക്ട്രോണിക്സ്, റോക്ക് ആൻഡ് റോൾ. അതിന്റെ അപ്പം ഡു യു തിങ്ക് AI is going to introduce any new genre into the music? Genre into the music അല്ല, അതിനും മുകളിലായിട്ടാണ്. I don't want to, we can have a different session on it. I think obviously when it's training on extra human energy ഉള്ള ഒരു ആൾക്ക് എന്തുകൊണ്ട് ജോണർ ഇൻവെന്റ് ചെയ്തുകൂടാ? 100% ഇൻവെന്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ട്രൈ ഡിഫറെന്റ് ലീഡ്സ്, ഇറ്റ് ക്യാൻ ട്രൈ. പക്ഷെ ഒരു കോർ ഹ്യൂമൻ ഇമോഷൻ ഉണ്ടല്ലോ, അതും ഐ എം ഡൗട്ട്ഫുൾ. കാരണം ദ വേ ഇറ്റ്സ് ഗോയിങ്, അത് അതിൻ്റെതായ ഒരു ഇമോഷൻ, ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ് അവിടെ വരാൻ പോകുന്നത്. അതൊരു ഗ്ലാസ്സിലായിരിക്കാം, ഒരു ഫോണിലായിരിക്കാം, ഒരു റോബോട്ടായിട്ടായിരിക്കാം. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ആൻഡ് it depends on how much of training data it's going to build on. അത് കഴിയുമ്പം it will be able to implode with explore with a genre, with a piece of music. ഇപ്പൊ തന്നെ AI generated audio plus video എന്തോരം യൂട്യൂബ് ലിങ്ക് അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. കാണുന്ന ആസ്വാദകന് they will just see a video, it's looking good, nice music, അത്ര മതി. ആ ഒരു പോപ്കോൺ മൊമെന്റ് സെർവ് ചെയ്യുന്നു, യുനോ. അപ്പൊ ജോണർ ഒക്കെ ഉണ്ടാവും, ബട്ട് ഹൗ ട്രൂ ഇറ്റ് ഇസ്, ഹൗ പ്യുവർ ഇറ്റ് ഇസ് എന്നൊക്കെ ഉള്ളത് ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റൻ ആണ്. And my next request is for Christo. Can you sing a song for us? Okay. ഇന്ന് പറഞ്ഞ മൈനസ് ട്രാക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? യെസ്. സംഗീതത്തെക്കുറിച്ച് ഇത്രയും സംസാരിച്ചിട്ട് ഒരു പാട്ട് പാടാണ്ട് എങ്ങനെയല്ലേ? താങ്ക് യു. പ്ലേ ചെയ്തോ? ഓക്കെ. ചോലകൾ ചന്താരകൾ ചോക്കണതോ മതയാനകൾ നാവുകരിമ്പുലി കലിവാരണ കാനനമോ.
എല്ലാവരും ഫോണൊക്കെ മറ്റും കൈയടിച്ചിട്ട് പണി ചെയ്യാൻ. താങ്ക് യു. സംഗീതാത്മകമായ കൾമിനേഷൻ നന്ദി. താങ്ക് യു. ആൻഡ് to open up our appreciation to these musicians on stage, I'd like to bring on stage Dr. Sharon P. Thomas, Academic Coordinator from Department of Forensic Sciences. ജേക്സിനും മുജീബിനും വിജിപാൽ സാറിനും ക്രിസ്റ്റോയ്ക്കും 4 പേർക്കുമുള്ള സ്നേഹ സമ്മാനം ഡോക്ടർ ഷാരൺ പി തോമസ് സമർപ്പിക്കുന്നു. Thank you for that invigorating discussion on music and sounds and what the future looks like for Malayalam cinema in terms of that. Starting with Sri Bijibal. വിജയ് സാറിന്റെ പോയിന്റ് കുറുക്കിക്കൊള്ളുന്നതായിരുന്നു. വെറും സംഗീതത്തിനല്ല, സംഗീത സംവിധായകൻ. ആൻഡ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അടുത്തതായി ശ്രീ ജേക്സ് ബിജോയ്. മലയാള സിനിമാ സംഗീത ശാഖയിൽ അങ്ങനെ അക്ഷരം തെറ്റാതെ സംഗീത സംവിധായകൻ എന്ന് വിളിക്കാവുന്ന ഒട്ടേറെ സംഗീതജ്ഞരുണ്ടെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. Mujib Majid. And Christo Xavier. We request all of you to step up for a group photograph with Dr. Sharon P. Thomas. എല്ലാവരും വേദിയുടെ മുന്നിലേക്ക് ഒന്ന് കയറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബിയോണ്ട് ജനറേറ്റിംഗ് മ്യൂസിക് എന്ന സംഗീതത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു സെഷനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ആൻഡ് താങ്ക് യു ഫോർ ദി മ്യൂസിഷ്യൻസ് ആൻഡ് ശ്രീ മനീഷ് നാരായൺ ഫോർ ഡൂയിങ് ദാറ്റ്.